ഇന്നത്തെ വെബിനാറിന്റെ വിഷയം കേരളത്തിലെ തീവ്ര വലതുപക്ഷ പ്രവണതകളും പ്രതിരോധവും എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ പലതരം അനാചാരങ്ങളും മറ്റും നിലനിന്നിരുന്ന, സാമൂഹ്യമായി വളരെ പിന്നോക്കം നിന്ന ഒരു പ്രദേശമായിരുന്നു കേരളം. ഏതാനും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിലൊക്കെ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ചയായി അത് ഏറ്റെടുത്ത കർഷക പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവയൊക്കെ കേരളത്തിനെ സാമൂഹ്യമായി ഏറെ മുന്നോട്ട് നയിച്ചു. അതിൻ്റെ തുടർച്ചയായി കുടിയൊഴിപ്പിക്കൽ നിരോധനം, ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, ഗ്രന്ഥശാല പ്രവർത്തനം, ശാസ്ത്ര പ്രചാരണം, സാക്ഷരതാ പ്രവർത്തനം, ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ, മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയൊക്കെ കേരളത്തിന് നല്ല പുരോഗതി ഉണ്ടാക്കി. ഇതിന്റെ ഫലമായിട്ട് കേരളത്തിന്റെ സാമൂഹ്യ സൂചികളൊക്കെ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മിക്കപ്പോഴും അത് വികസിത രാഷ്ട്രങ്ങളുമായിട്ട് അതിന് സമാനമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ വലിയ തോതിലുള്ള വലതുപക്ഷ പ്രവണതകൾ കുറച്ചു കാലമായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും വർഗീയതയും അശാസ്ത്രീയതയും പിടിമുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിരാത്രം, സമാധി പോലുള്ള കാര്യങ്ങൾ ഘോഷിക്കപ്പെടുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തി അവരുടെ ഐക്യം തകർക്കുന്നു. സാമൂഹ്യമായ അസമത്വമൊക്കെ വർദ്ധിക്കുന്നു. കേരളം നേടിയെടുത്ത സാമൂഹ്യമായ നേട്ടങ്ങളെയൊക്കെ തകർക്കുന്ന നിലയിൽ അത് വളർന്നു വരുന്നുണ്ട്. ഇത് വലിയ ആശങ്ക ഒഴിവാക്കുന്നുണ്ട്. ഇത് ചെറുത്ത് കേരളത്തിനെ മുന്നോട്ട് നയിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ദർശന കാണുന്നത്. അതിനാലാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു സംവാദം സംഘടിപ്പിക്കുന്നത്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിനും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം തന്നതിനും നന്ദി രേഖപ്പെടുത്തും. ദർശനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിൻ്റെ സ്വഭാവമൊക്കെ തന്നെ അനിൽകുമാർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നോടിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് വലതുപക്ഷ വൽക്കരണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷവൽക്കരണത്തെക്കുറിച്ച്, അതെന്തുകൊണ്ട് ഇങ്ങനെ ഈ സമയത്ത് വളർന്നു വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരവതരണം നടത്താനാണ്. അതിനാലാവുന്ന രീതിയിൽ ലളിതം കുറച്ച് ചെറുതായിട്ടുള്ള ഒരു അവതരണം നടത്താം. പിന്നീട് ചർച്ചകളിലൂടെ അതിനെ പോഷിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വലതുപക്ഷം എന്ന് പറയുന്ന വാക്ക് അത് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. അന്ന് പ്രത്യേകിച്ച് അന്ന് വളർന്നു വന്നിട്ടുള്ള നാഷണൽ അസംബ്ലി ചെയർമാന്റെ വലതുപക്ഷവും ഇടതുപക്ഷവുമായിട്ടാണ് സമ്മേളന പ്രതിനിധികൾ, നാഷണൽ അസംബ്ലിയുടെ പ്രതിനിധികൾ മുഴുവൻ ഇരുന്നിരുന്നു. അതിൽ ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്നവർ പൊതുവിൽ ജേക്കബിന്മാർ എന്നൊക്കെ വിളിച്ചിരുന്ന കൂടുതൽ റാഡിക്കലായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട, അക്കാലത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കും മറ്റും എതിരായിട്ട് അവരെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. വലതുപക്ഷത്തുണ്ടായിരുന്നവർ കൂടുതൽ മിതവാദികളായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മിതവാദികൾ, തീവ്രവാദികൾ എന്നുള്ള വാക്കുകൾ ഇവിടെ ഇന്ത്യയിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മിതവാദികളെയാണ് ഒരു ഘട്ടത്തിൽ വലതുപക്ഷം എന്ന് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്വത്തുടമ ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും നിയമവാഴ്ചയുടെ രൂപങ്ങളെയും ഒന്നും തന്നെ കാര്യമായി ബാധിക്കാത്ത വിധത്തിൽ സാമൂഹ്യ പരിവർത്തനം വരുത്തണം എന്നുള്ള
നിലപാടുള്ളവരായിരുന്നു അന്നത്തെ വലതുപക്ഷം. അതേസമയം തന്നെ സാമൂഹ്യ പരിവർത്തനത്തിന് നിലവിലുള്ള സ്വത്തുടമ ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും അതുപോലെ തന്നെ അക്കാലത്തെ ഉച്ചനീചത്വ രൂപങ്ങളെയൊക്കെ ബാധിക്കണം, അതിലിടപെട്ടുകൊണ്ട് മാത്രമേ സാമൂഹ്യ പരിവർത്തനം സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു ഇടതുപക്ഷം. ഏതാണ്ട് അതേ ജന തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു ഘട്ടത്തിലെ വലതുപക്ഷം നിലവിലുള്ള നാടുവാഴിത്ത ജാതീയമായ ജന്മി സമ്പ്രദായപരമായിട്ടുള്ള രൂപങ്ങളെയൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെതായ മാറ്റമൊന്നും വരുത്താതെ അതിൻ്റെ അകത്തുള്ള ചില മറ്റേ സൂപ്പർഫിഷ്യൽ എന്നൊക്കെ വിളിക്കാവുന്ന, ഉപരിപ്ലവം എന്നൊക്കെ വിളിക്കാവുന്ന മാറ്റങ്ങൾ വഴി ചില പരിവർത്തനങ്ങൾ സാധ്യമാണ് എന്നുള്ള നിലപാടുകൾ എടുത്ത ധാരാളം ആളുകൾ കേരളത്തിലും ഉണ്ടായിരുന്നു. കുടിയാൻ പ്രസ്ഥാനത്തെക്കുറിച്ചും കർഷക പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതേസമയം തന്നെ ജന്മിസഭ എന്നുള്ള പേരിലുള്ള ഒരു സഭയും ഇവിടെ നിലവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 20ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടത്തിൽ പാലക്കാട് ചിറ്റൂർ, നിങ്ങൾ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചവരായതുകൊണ്ട് പറയുന്നതാണ്, പാലക്കാട് ചിറ്റൂർ ഭാഗങ്ങളിൽ ഒരു ഭൂവുടമ സംഘം നിലവിലുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയുള്ള ഇത്തരത്തിലുള്ള സംഘങ്ങൾ നമ്മളിവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ചേംബർ ഓഫ് കോമേഴ്സിനെ കുറിച്ച് നമുക്കറിയാം, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി മുതലായിട്ടുള്ള മുതലാളിമാരുടെ സംഘടനകളെ കുറിച്ച് നമുക്കറിയാം. ഇത്തരത്തിലുള്ള സംഘടനകളും ഒരുപക്ഷെ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് മുതലായിട്ടുള്ള ക്ലബ്ബുകളും ഒക്കെ തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞ വലതുപക്ഷം എന്ന് വിളിക്കാവുന്നവയാണ്. അപ്പോൾ ഈ വലതുപക്ഷം എന്ന് വിളിക്കാവുന്നവയുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം തന്നെ നിലവിലുള്ള സമൂഹ ബന്ധങ്ങളെ മാറ്റാതെ തന്നെ ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുക. നമ്മളതിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും വിളിക്കും. അത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള നിലപാടുള്ളവരാണ്. ഇതേ രീതിയിൽ തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മതസംഘടനകളിൽ നല്ലൊരു ഭാഗവും പ്രവർത്തിച്ചു വന്നിരുന്നു. എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഈ മതസംഘടനകളുടെ സംവിധാനങ്ങൾ എന്ന് പറയുന്നവ എല്ലാം തന്നെ അതത് മതങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള സംഘടനകളാണ്. അതിൽ ചിലത്, ഉദാഹരണത്തിന് ഇസ്ലാമിക് സംഘടനകൾ പോലെയുള്ള ചിലത്, അല്ലെങ്കിൽ നസ്രാണി ജാതീയ സംഘം മുതലായിട്ടുള്ള ചില സംഘടനകൾ മതനവീകരണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചവരാണ്. അപ്പൊ മതനവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തുക. ആ ചെറിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്കൂള് സ്ഥാപിച്ചുകൊണ്ടാവാം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടാവാം, ചിലപ്പോൾ താഴെത്തട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ചില സൗകര്യങ്ങൾ നൽകിക്കൊണ്ടാവാം. പക്ഷെ അതൊക്കെ തന്നെ നടത്തുമ്പോൾ തന്നെ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കരുതെന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാകണം. അതിന് ലംഘിക്കാതെയാണ് ഈ പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്ന രീതിയാണ് ഇത്തരം സംഘടനകൾ എപ്പോഴും തന്നെ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു വലതുപക്ഷം അത് കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ നമ്മളിവിടെ പറയുന്ന തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു വലതുപക്ഷത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. കാരണം ഈ വലതുപക്ഷം അതിന് ചിലപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്താറുണ്ട്. എല്ലാ കാലത്തും
ഈ വലതുപക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് അതീതരൊന്നുമല്ല, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷെ എപ്പോഴും അത് നടത്തിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു വലതുപക്ഷം എന്ന് പറയുന്നത് നമുക്ക് 1930-കൾ 40-കൾ തുടങ്ങിയുള്ള എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രസ്ഥാനമായാലും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഒക്കെ വളർന്നു വരുന്ന ഘട്ടങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു വലതുപക്ഷവും നിലനിന്നിരുന്നു. അത് ആ ഒരു വലതുപക്ഷം എന്ന് പറയുന്നത് പക്ഷേ അതിനൊരു മുമ്പ് പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. അവർ പലപ്പോഴും തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാറൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു വലതുപക്ഷം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വലതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ മുഖം ആദ്യമായിട്ട് വരുന്നത്, കാരണം അത് 1950-കൾ. കാരണം നമുക്കിവിടെ ഈ 50-കളുടെ ഒരു കുറേയധികം പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് അതിനു മുമ്പ് തന്നെയാണ് NSS-നെ പോലെയുള്ള സംഘടനകൾ അതിനു മുമ്പ് തന്നെ ആരംഭിച്ചവയാണ്. SNDP പോലെയുള്ള സംഘടനകൾ അതിനു മുമ്പ് തന്നെ ആരംഭിച്ചവയാണ്. ഇത്തരത്തിലുള്ള സംഘടനകളെ 1950-കൾക്ക് മുമ്പ് അവയെ നമുക്ക് വലതുപക്ഷം എന്ന് വിളിക്കുക പ്രയാസമാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവര് ചിലപ്പോൾ പ്രത്യേക സമുദായങ്ങൾക്ക് വേണ്ടി നിലനിന്ന സംഘടനകളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഘടനകൾ ഈ സമുദായത്തിന്റെ ഉള്ളിൽ പുരോഗമനവാദികളായിട്ട് നിലനിന്നിരുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമുദായത്തിന്റെ അകത്ത് പുരോഗമനവാദം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവർ വിവാഹ മര്യാദകളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. സംബന്ധം പോലെയുള്ള നമ്പൂതിരി സംബന്ധം പോലെയുള്ള വിവാഹ മര്യാദകളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. സ്വത്തുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. ആളോഹരി ഭാഗം എന്ന് വിളിക്കുന്ന വ്യക്തിഗത സ്വത്തവകാശം അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. അത്തരത്തിലുള്ള വെച്ച് സാധാരണഗതിയിലുള്ള ഇന്ന് പറയുന്ന രീതിയിലുള്ള സ്വത്തുടമ ബന്ധങ്ങളിലും അതുപോലെ വിവാഹ ബന്ധങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. അത് NSS അടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവര് നമുക്ക് അക്കാലത്ത് വലതുപക്ഷം എന്ന് വിളിക്കാവോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ അതിനുവേണ്ടി സ്വത്തുടമ ബന്ധങ്ങൾ അതേപോലെ നിലനിർത്തണമെന്ന് വാദിച്ചവരും ഇവരുടെ ഇടയ്ക്കുണ്ട്. പക്ഷെ 1950-കൾ എത്തുമ്പോഴേക്കും നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഈ വലതുപക്ഷത്തിന്റെ സ്വഭാവത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റം കാണുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയോടുകൂടി. 1930-കൾ നമുക്കറിയാം, കേരളത്തിൽ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. 40-കളിൽ ക്രമേണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ജനസ്വാധീനം ഉള്ളൊരു പാർട്ടിയായിട്ട് മാറുകയും അതിന്റെ നേതൃത്വത്തിൽ നിരവധി തൊഴിലാളി സമരങ്ങളും കർഷക സമരങ്ങളും ഒക്കെ ആരംഭിക്കുകയും ചെയ്തു. 1950-കൾ എത്തുമ്പോഴേക്കും ഈ ജനസ്വാധീനം എന്ന് പറയുന്നത് പാർലമെന്റിലും അതുപോലെ തന്നെ മറ്റു തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള മറ്റു സ്വാധീനമായി പതുക്കെ മാറി. 1952-ൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് എന്ന് പറയുന്ന അക്കാലത്തെ ഇവിടുത്തെ തദ്ദേശീയ സ്ഥാപനത്തിൽ അതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിലും തുല്യത നിലനിർത്തുകയും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ PT ഭാസ്കര പണിക്കർ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മലബാറിലാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ക്രമേണ ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയധികം ദുർബലമായിരുന്നുവെങ്കിലും ക്രമേണ അതിന്റെ ശക്തി വർദ്ധിക്കുകയും 1954-55 യഥാർത്ഥത്തിൽ അവരുടെ പിന്തുണയോടുകൂടി ഒരു ഭരണ കൂടെ ഉണ്ടായി വരും. പട്ടംതാളപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാവുകയും ചെയ്തു. തിരുവിതാംകൂർ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതിനെല്ലാം ശേഷമാണ് 1957 നമുക്ക് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരള സംസ്ഥാനത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ ഇവിടത്തെ മറ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെയും നമ്മളിന്ന് വലതുപക്ഷം എന്ന് വിളിക്കുന്ന ആളുകളെയും അമ്പരപ്പിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്.
അതിനേക്കാൾ പ്രധാനമായിട്ട് EMS മന്ത്രിസഭ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഭൂപരിഷ്കാരം, കുടിയൊഴിപ്പിക്കൽ ഓർഡിനൻസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിയമം, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ, പോലീസ് നിയമം, ഭരണപരിഷ്കാരങ്ങൾ തുടങ്ങിയിട്ടുള്ള അക്കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ പറയുന്ന വലതുപക്ഷത്തെ കൂടുതൽ അമ്പരപ്പിക്കുകയും അവർ നേരിട്ട് തന്നെ ഒരുപക്ഷെ ഇടപെടാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നിയമമായിരുന്നു. കാരണം വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നതിൽ മാറ്റമാകുന്നത് കാരണം ധാരാളം സാമുദായിക സംഘടനകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഘടനകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിൽ ഒക്കെ തന്നെ ഒരു പൊതു ഭരണത്തിന്റെ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അക്കാലത്തെ മന്ത്രിസഭ നടത്തി. മുണ്ടശ്ശേരിയുടെ നിയമം എന്നൊക്കെ വിളിക്കുന്ന വിദ്യാഭ്യാസ ബിൽ അക്കാലത്ത് കൊണ്ടുവരാൻ ആരംഭിക്കുകയും ഈ വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ട് ഒരുപക്ഷെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള സമുദായ സംഘടനകളൊക്കെ കൂടി ഒരുമിച്ച് വരികയും ചെയ്തു. SNDP ഒഴികെ മറ്റെല്ലാ സംഘടനകളും, അതിൽ മറ്റേ NSS ഉണ്ട്, മറ്റുള്ള സംഘടനകളുണ്ട്, ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇല്ലെങ്കിലും പിന്നീട് അവർ അതിൽ ചേർന്നു. അങ്ങനെയുള്ള ഒരു മുന്നണി ഉണ്ടായി വന്നു. ഇതിനോടൊപ്പം തന്നെ ഭൂപരിഷ്കാരങ്ങൾ എതിർത്ത് ജന്മിമാരെ അവരോടൊപ്പം ചേർന്നതോടുകൂടി ഈ ജന്മിമാരെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരോടൊപ്പം ചേർന്നതോടുകൂടി നമുക്ക് ആദ്യമായിട്ട് ഒരു വലതുപക്ഷ സഖ്യം എന്ന് വിളിക്കാവുന്ന ഒരു സഖ്യം രൂപം കൊണ്ടു. അതിനെയാണ് അവർ നടത്തിയ സമരത്തെയാണ് സാധാരണയായിട്ട് വിമോചന സമരം എന്നൊക്കെ വിളിക്കാറുള്ളത്. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം EMS മന്ത്രിസഭയെ പുറത്താക്കപ്പെട്ടു. അപ്പൊ നമുക്ക് രാഷ്ട്രീയമായി വലതുപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് കൃത്യമായിട്ടുള്ള ഒരു പ്രസൻസ് എന്ന് പറയുന്നത് 1959 ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 59 വലതുപക്ഷം പിന്നീട് അതൊരു സ്ഥിരം സംവിധാനമായിട്ട് രൂപപ്പെടുന്നില്ല. അതിനു പകരം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഘടനയ്ക്കുള്ളിൽ ഇവർ വരികയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1963 നമുക്കറിയാം അതിവിടെ മറ്റേ കോൺഗ്രസിൽ നിന്നൊരു വിഭാഗം അതിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നുണ്ട്. ഈ കേരള കോൺഗ്രസിനെ അക്കാലത്ത് ക്രിസ്തീയ സംഘടനകൾ, ബിഷപ്പുമാരൊക്കെ തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതേ രീതിയിൽ 1965 ആകുമ്പോഴേക്കും മുസ്ലിം ലീഗ് അവര് ആദ്യഘട്ടത്തിൽ വലതുപക്ഷത്തോടൊപ്പം നിന്നു നമുക്കറിയാം. 1965 ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നുണ്ട്. 1967 ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള EMS മന്ത്രിസഭയുടെ രണ്ടാമത്തെ മന്ത്രിസഭയിൽ അംഗങ്ങളാവുന്നുണ്ട്. പക്ഷെ 69 അതിൽ നിന്ന് വേർപെട്ടിട്ട് വീണ്ടും കോൺഗ്രസുമായിട്ടൊരു മുന്നണി അവരുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ 1970 എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് NSSഉം അതുപോലെ തന്നെ SNDPയും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ NDP, SRP എന്ന് പറയുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വരുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം കൂടി നമുക്ക് അറിയാവുന്നതാണ്. 1960 അവസാനം നെട്ടൂർ P. ദാമോദരൻ കമ്മീഷൻ എന്നുള്ള പേരിൽ ഇവിടുത്തെ ജാതിപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിച്ചുകൊണ്ട് സംവരണ നിയമം മാറ്റം വരുത്തുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് 1967 മന്ത്രിസഭ ആവശ്യപ്പെട്ടിരുന്നു. നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് കാരണമാക്കി. കാരണം നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വശത്ത് ജാതീയ സംവരണത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതിനോടൊപ്പം തന്നെ മുന്നോക്ക ജാതികളിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്കും സംവരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള അന്നുതൊട്ടാണ് ഈ ക്രീമി ലെയർ വിവാദം എന്ന് വിളിക്കുന്നൊരു വിവാദം തുടങ്ങുന്നത് അന്നുതൊട്ടാണ്. കാരണം അതായത് പിന്നോക്ക വിഭാഗങ്ങളുടെ ധനിക പക്ഷത്തെ സംവരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം, മുന്നോക്ക വിഭാഗങ്ങൾ താഴെ തട്ടിലുള്ളവരെ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങി. അതിനെ ചൊല്ലിയുണ്ടാകുന്ന തർക്കം എന്ന് വിളിക്കുന്നത് ആണ് ഈ നായർ ഈഴവ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം അതിശക്തമാവുകയും
NDP, SRP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുകയും ചെയ്തത് ഈ കാലത്താണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ഇഷ്യൂസ്, ആ ഇഷ്യൂസ് എന്ന് പറയുന്നത് അത് നേരത്തെ തന്നെ നിലവിലുള്ള ഇഷ്യൂസ് തന്നെയാണ്. പക്ഷെ ആ ഇഷ്യൂസിന്റെ ഒരു പുതിയ മുഖം ഇക്കാലത്ത് കിട്ടുന്നുണ്ട്. സംവരണം എന്ന് പറയുന്നത് അത് ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും സംവരണം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന തത്വമായിരുന്നു. പിന്നീട് അത് തുടർച്ചയായി വന്നപ്പോൾ പിന്നീട് സംവരണത്തിന് വേണ്ടിയുള്ള വാദഗതികളിൽ, തർക്കങ്ങളിൽ എല്ലാ സമുദായങ്ങളും ഇടപെടാനായിട്ട് ആരംഭിക്കുകയും അവരോരോരുത്തരും സംവരണത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തതോടുകൂടി സാമ്പത്തിക സംവരണം, സാമൂഹ്യ സംവരണം, സാമുദായിക സംവരണം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ഡിബേറ്റുകൾ നമ്മൾ ആരംഭിക്കുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് വിളിക്കുന്നത് അത് സാമൂഹ്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിനെ നിലവിലുള്ള ജാതി മതപരമായിട്ടുള്ള ഘടനയെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന മാറ്റങ്ങൾ എന്ന രീതിയിൽ നിർവചിക്കുന്നുണ്ട്. അങ്ങനെ നിർവചിക്കുമ്പോൾ സംഭവിക്കുന്നത് അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളത്. ഇതേ തർക്കങ്ങൾ തന്നെ 1970-കളിൽ വേറെ രൂപത്തിലും വരുന്നുണ്ട്. അതായത് വ്യക്തി നിയമത്തെ സംബന്ധിച്ച തർക്കങ്ങൾ, ഇസ്ലാമിക വ്യക്തി നിയമം, അതിനെപ്പറ്റിയുള്ള തർക്കങ്ങൾ ഇക്കാലത്ത് ആരംഭിക്കുന്നു. ഇസ്ലാമിക വ്യക്തി നിയമം പിന്നീട് ശരീഅത്ത് നിയമം എന്നുള്ള പേരിൽ 80-കളിലൊക്കെ വലിയ ചർച്ച ചെയ്തത് നിങ്ങളൊക്കെ തന്നെ ഒരുപാട് പേര് പിന്തുടർന്നൊരു കാര്യമാണ്. ഈ 80-കളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇസ്ലാമിക വ്യക്തി നിയമം എന്ന് പറയുന്ന ഒരു പൊതു സിവിൽ കോഡിന്റെ ഭാഗമാകണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച വരികയും അപ്പോൾ ഒരു പൊതു സിവിൽ കോഡിന് വേണ്ടി ചില ആളുകൾ, യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ വിളിക്കുന്ന ഒരു പൊതു സിവിൽ കോഡിന് വേണ്ടി ചില ആളുകൾ നിലകൊള്ളുകയും മറ്റു ചിലർ അതിനെ എതിർക്കുകയും ചെയ്തു. വീണ്ടും നമുക്ക് ഈ വ്യക്തി നിയമത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ മതപരമായിട്ടുള്ള എക്സിസ്റ്റൻസിനെ കുറിച്ചും അതുപോലെ ഇല്ലാതായതിനെ കുറിച്ചുള്ള ചർച്ചകളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോൾ 80-കൾ എത്തുമ്പോഴേക്കും ഇത് രണ്ടും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിട്ട് മാറുകയാണ്. ഒരു വശത്ത് 1977-ലെ മൊറാർജി ദേശായി മന്ത്രിസഭയുടെ കാലത്ത് അവർ നിയോഗിച്ച DP മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അത് വീണ്ടും പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിച്ച, എന്ന് മാത്രമല്ല എല്ലാ പിന്നോക്ക വിഭാഗങ്ങളിൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് മുഴുവനും സംവരണം കൊടുക്കണമെന്ന് വാദിച്ച അതിശക്തമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അത്. ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് വാദിച്ച മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അവർ സാമ്പത്തിക സംവരണത്തെ പൂർണ്ണമായി നിരാകരിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് കമ്മീഷൻ റിപ്പോർട്ട് എന്നിവ വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു രൂപത്തിൽ 80-കളിൽ പ്രത്യക്ഷപ്പെടുക. 80-കൾ അതേസമയം തന്നെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇസ്ലാമിക വ്യക്തി നിയമം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറുന്നു. ശരീഅത്തിനെ കുറിച്ചുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് 1984-ൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിമാൻഡ് ഉണ്ടായി വരുന്നു. അത് അക്കാലത്ത് രൂപം കൊണ്ട മറ്റേ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കും. ആ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ 3 ക്ഷേത്രങ്ങൾ, അതിലൊന്ന് അയോധ്യയിലെ രാമക്ഷേത്രം, മറ്റൊന്ന് കാശി വിശ്വനാഥ ക്ഷേത്രം, മൂന്നാമത്തത് മറ്റേ മധുരയിലെ കൃഷ്ണക്ഷേത്രം. ഇതിന്റെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് അവിടെയൊക്കെ തന്നെ മസ്ജിദുകൾ ആരംഭിച്ചിരിക്കുന്നുവെന്നും പള്ളികൾ പണിതിരിക്കുന്നുവെന്നും, അങ്ങനെ നമുക്ക് ബാബരി മസ്ജിദ്, ഗ്യാൻവാബി പള്ളി എപ്പോഴും നിലനിൽക്കുന്ന ഒരു പള്ളിയാണ് കാശിയിൽ, അതുപോലെ തന്നെ മറ്റേ ഷാഹി ഇമാം ദർഗ എന്ന് വിളിക്കുന്ന മധുരയിലെ പള്ളി, ഈ മൂന്ന് പള്ളികൾ, അത് മൂന്നും യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്ന ഡിമാൻഡ് 1984-ൽ വിശ്വ ഹിന്ദു പരിഷത്ത് വയ്ക്കുന്ന അന്നത്തെ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. പക്ഷെ അതോടുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്, അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളെ വേർതിരിക്കുന്ന, അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് വിളിക്കുന്നത് 1984-ൽ ഉണ്ടാവുകയാണ്. നമ്മുടെ
ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു തീവ്ര വലതുപക്ഷവൽക്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്ന ഇക്കാലത്ത് തന്നെയാണ്. കാരണം ഒരു വശത്ത് ബെറ്റ് നിയമത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ, മറുവശത്ത് സംവരണം പോലെയുള്ള ഇഷ്യൂസ്, അതിനെ ചൊല്ലിയുള്ള പ്രധാനമായിട്ടും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉന്നയിക്കപ്പെട്ട ദളിത് പീഡനത്തെക്കുറിച്ചുള്ള നിരവധി കേസുകൾ, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, ദളിത് പീഡനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാലത്ത് വളരെ നാരായൺപൂരിനെ പോലെയുള്ള ഒക്കെയുള്ള സംഭവങ്ങളെ കാലത്ത് ദളിത് പീഡനത്തെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി വന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിലാണ് നമുക്ക് അഖിലേന്ത്യാ തലത്തിൽ നമുക്കൊരു പൊതുവായിട്ട് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഒരു വലതുപക്ഷ എന്ന് പറയുന്നത് മതജാതിബദ്ധമായിട്ടുള്ള ഒരു വലതുപക്ഷമായിട്ട് മാറും. കേരളത്തിൽ ഇതേ സമയത്ത് തന്നെയാണ് നമുക്ക് കേരളത്തിലുള്ള മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ആദ്യഘട്ടത്തിൽ സമുദായ സംഘടനകളിൽ നിന്നായിട്ട് നിലനിന്നിരുന്നൊരു വലതുപക്ഷം എന്ന് പറയുന്നത് ക്രമേണ അത് മതജാതി സംഘടനകൾ ഏറ്റെടുക്കാനായിട്ട് ആരംഭിക്കുന്നത് 1980-കളിൽ. 80-കളിലാണ് 1950 തന്നെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. 1950 മുതൽക്ക് ഇവർക്ക് ഇവിടെ സാന്നിധ്യമുണ്ട്. പക്ഷെ 1980-കളിലാണ് പ്രത്യേകിച്ച് മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം അവർ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് യഥാർത്ഥ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് എന്ന് പറയുന്നത് അതിശക്തമായ രീതിയിൽ നമ്മൾ കേട്ടു തുടങ്ങുന്നതിന് ശേഷമാണ്. 50 തൊട്ട് ഇവിടെ ഉണ്ടെങ്കിലും അതിനു മുമ്പ് 50 ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ അമീറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് 1950-കളിലാണ്. പക്ഷെ ഇവിടെ ഈ പറയുന്ന 80-കൾ മുതൽക്ക് പ്രത്യേകിച്ച് മാധ്യമം പത്രം ആരംഭിച്ചതിന് ശേഷമാണ് നമുക്ക് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സാന്നിധ്യമായിട്ട് ഇവിടെ വളർന്നു വരുന്നത്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് മറ്റൊരു കേന്ദ്രരൂപ സംഘടന സിമി രൂപം കൊള്ളുന്നത്. ഈ സിമി രൂപം കൊണ്ടതിന് ശേഷം 1990-കളിൽ സിമിയുടെ ഒരു അവാന്തര വിഭാഗം എന്നുള്ള രീതിയിൽ ഒരു കോഴിക്കോട് എന്നുള്ള ഒരു പ്രമുഖ ഒരു കോളേജ് അധ്യാപകൻ കൂടിയായിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന അക്കാലത്ത് തന്നെയാണ് രൂപം കൊള്ളുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്കൊരു ഇസ്ലാമിക് പ്രസൻസ് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് 1940-കളിൽ നമുക്ക് RSSന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. 30-കളുടെ അവസാനവും 40-കളുടെ ആദ്യവുമായിട്ട് നമുക്ക് ഇവിടെ വിശ്വകർമ്മ സമുദായത്തിന്റെ ഇടയിൽ, അതുപോലെയുള്ള ധീവര സമുദായത്തിന്റെ ഇടയിൽ, ഇത്തരത്തിലുള്ള സമുദായങ്ങളുടെ ഇടയിൽ RSSന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല 1942-ൽ ഇവിടെ NSSന്റെ ഒരു യോഗം, ആ യോഗത്തിൽ VD സവർക്കർ വന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട്. 1942-ലാണ് VD സവർക്കർ പ്രസംഗിക്കുന്നത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ VD സവർക്കറിന്റെയും അക്കാലത്തെ മറ്റേ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമിയുടെയും ഒരു സ്വാധീനത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു തീവ്ര ഹിന്ദു സംഘടന രൂപീകരിക്കാനുള്ള ശ്രമം, അതിന് ഹിന്ദു മഹാമണ്ഡലം എന്നാണ് പേരിട്ടിരുന്നത്. ഇന്ന് കൈനിക്കര പത്മനാഭപിള്ള തുടങ്ങിയിട്ടുള്ള പലരുടെ നേതൃത്വം, കൈനിക്കര പത്മനാഭപിള്ള എന്ന് പറയുന്ന ആൾ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സാഹിത്യകാരനും പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം PC ആദിത്യൻ തുടങ്ങിയിട്ടുള്ള ചില ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്ന ഒരു സംഘടന അക്കാലത്ത് രൂപം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ RSSന്റെ പ്രവർത്തനം സജീവമായിട്ട് ആരംഭിക്കുന്ന 1940-കളിലാണ് നമുക്ക് കാണുന്നത്. പിന്നീട് RSS 50-കളിൽ എത്തുമ്പോഴേക്കും ഹിന്ദു സംഘർഷ സമിതി എന്നുള്ള പേരിലുള്ള ഒരു സംഘടന പല സ്ഥലങ്ങളിൽ രൂപപ്പെടുത്തുന്നുണ്ട്. അതുമായിട്ട് അതുവരെ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിരുന്ന K കേളപ്പനെ ഈ ഹിന്ദു സംഘർഷ സമിതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പൊന്നാനിയില് ഹിന്ദു സംഘർഷ സമിതിയുടെ പ്രവർത്തനം നടത്തുകയും പൊന്നാനിയിലെ അക്കാലത്തെ സ്ഥിരമായി നടന്നു വന്നിരുന്ന ഇസ്ലാമിക പരിവർത്തനത്തിനെതിരായിട്ട് നിലപാടെടുത്ത് അതുമായിട്ടൊരു സംഘർഷം 1951-ൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 1953-ൽ വീണ്ടും അതിന്റെ തൊട്ടടുത്ത് ബേപ്പൂരിൽ നടുവട്ടത്ത് വെച്ചിട്ട് ഒരു വലിയൊരു സംഘർഷം, ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായി വരുന്നുണ്ട്. ആ ബേപ്പൂരിലുള്ള സംഘർഷം എന്ന് പറയുന്നത് പിന്നീട് തൊട്ടടുത്ത് കിടന്നിരുന്ന മീൻചന്ത, കള്ളഞ്ചേരി
മുതലായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മേജർ ഒരു വർഗീയ സംഘർഷമായിട്ട് അത് മാറുന്നൊരവസ്ഥയാണ് 1900. ഇതൊക്കെ നേരത്തെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ അവസാനമാണ് 1969 കെ കേളപ്പൻ തന്നെ വീണ്ടും നേതൃത്വം കൊടുക്കുന്ന അങ്ങാടിപ്പുറത്ത് തളി അമ്പലത്തെ സംബന്ധിച്ചൊരു അവിടെ ഒരു സംഘർഷം വീണ്ടും രൂപം കൊള്ളുകയും തളി ക്ഷേത്രത്തിനെ ചൊല്ലിയുള്ള ഒരു വലിയൊരു ഒരു 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 അതിനെ പുനരുദ്ധരിക്കാനുള്ള വലിയൊരു ക്യാമ്പയിൻ നടക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ സംഘടനകൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അവർക്കൊരു രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടായി വന്നു എന്നത് പറയാനായിട്ട് സാധിക്കില്ല. കാരണം 1969 67 തെരഞ്ഞെടുപ്പിൽ 70 തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ജനസംഘം എന്ന് പറയുന്ന സംഘടന അവര് ആക്ച്വലി എലക്ഷന് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോലും ജയിക്കുന്നില്ല. പിന്നീട് PSP, വീണ്ടും പാലക്കാടിനെ പറ്റി പറയേണ്ടി വരുന്നുണ്ട്, PSP കാരനായിട്ട് മത്സരിച്ച് ജയിച്ചിരുന്ന CM സുന്ദരം എന്ന് വിളിക്കുന്ന ആള്, അദ്ദേഹം പാലക്കാട്ടിലെ ആള് തന്നെയായിരുന്നു. CM സുന്ദരൻ എന്ന് വിളിക്കുന്ന ആള് അത് പിന്നീട് ജനസംഘത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിന്റെ പിന്തുണ നേടുന്നുണ്ട്. അത് ജനസംഘത്തിൽ ചേരുന്നൊന്നുമില്ല, പക്ഷെ അതിന്റെ പിന്തുണ നേടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം തന്നെ 80കളിൽ എത്തുമ്പോൾ അതിന്റെ അടിമുടി ഇതിന്റെ സ്വഭാവം മാറുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം 80കളിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഞാനത് ഈ കഥ പറഞ്ഞതിന് ശേഷം അവസാനം അത് എന്താണ് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താം. 80കളിൽ എത്തുമ്പോഴേക്ക് ഈ സ്വഭാവം അടിമുടി മാറുകയാണ്. കാരണം ഇങ്ങനെ ഒരുപക്ഷെ ദുർബലമായിട്ടുള്ള കണ്ണികളായിട്ട് അവിടെ ഇവിടേക്ക് ചിതറിക്കിടന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരെ 80കളിൽ എത്തുമ്പോഴേക്കും നമ്മൾ ശക്തമായിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ട് മാറുകയാണ്. മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ അതിനു മുമ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ക്രമേണ മുസ്ലിം യുവതയിൽ ഒരു വിഭാഗം അവരെ ക്യാമ്പസ് ഫ്രണ്ടിന്റെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ പ്രവർത്തകനായിട്ട് മാറുന്നുണ്ട്. അതിപ്പോൾ ആ പ്രവണത ഇപ്പോഴും തുടരുകയാണെന്നുള്ളത് മാത്രമല്ല, നമുക്ക് മുസ്ലിം ലീഗിന്റെ അണികളിൽ പോലും ഇവരുടെ സ്വാധീനം എന്ന് പറയുന്നത് അതിശക്തമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. അതാണ് ഒന്ന്. അതിനോടൊപ്പം തന്നെ 80കളിൽ എത്തുമ്പോഴേക്കും RSS പരസ്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. ഈ RSSന്റെ പരസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു സൈദ്ധാന്തിക തലത്തിൽ ഒരു ആശയപ്രചരണ തലത്തിലുള്ള ഒരു ഇതാണ്. ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്ന സംഘടന അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും 1982 സമയത്ത് അവര് വിവേകാനന്ദ സംഗമങ്ങൾ എന്നുള്ള പേരിലുള്ള ഒരു കൂട്ടം മറ്റേ പബ്ലിക് ആക്ടിവിറ്റി, അതായത് RSSന്റെ പ്രചരണം തന്നെയാണ് ഉദ്ദേശിച്ചത്, വിവേകാനന്ദന്റെ പേരിലാണ് ഈ സംഗമങ്ങൾ നടത്തുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് നിലയ്ക്കൽ എന്ന് വിളിക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്ന സ്ഥലത്ത് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കൽക്കുരിശ് കണ്ടെത്തുന്നു. ഈ കൽക്കുരിശ് കണ്ടെത്തിയോടുകൂടി ഈ കൽക്കുരിശിന് ചൊല്ലി ഒരു കുരിശ് സ്ഥാപിക്കാനുള്ള ശ്രമം അക്കാലത്ത് ക്രിസ്തീയ സഭ നടത്തുകയും അതിനെതിരെ അതിശക്തമായിട്ട് മറ്റേ RSS മാത്രമല്ല എല്ലാ സന്യാസി സംഘടനകളും രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളുടെ ഈ വിശ്വാസ സംഗമം എന്നുള്ള പേരിൽ ഒരു RSS അയ്യപ്പ സംഗമത്തിനെതിരായിട്ടൊരു വിശ്വാസ സംഗമം RSS ഇപ്പോൾ നടത്തിയിരുന്നു. ആ വിശ്വാസ സംഗമത്തിൽ ഏറ്റവും തീവ്രമായി പ്രസംഗിച്ചൊരു സ്വാമിയുണ്ട്. അദ്ദേഹം രാമദാസ് മിഷൻ എന്നുള്ള പേരിലുള്ള, ചെങ്കോട്ടുകോണം സ്വാമി എന്നൊക്കെയാണ് അയാൾ വിളിക്കാറുള്ളത്. രാമദാസ് മിഷൻ എന്ന പേരിലുള്ള സംഘടനയിൽപ്പെട്ടൊരു സ്വാമിയാണ് അയാൾ. ഈ രാമദാസ് മിഷൻ ആയിരുന്നു നിലയ്ക്കൽ പള്ളിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ നേതൃത്വം കൊടുത്തു. കാരണം അവര് ഈ രാമദാസ് മിഷൻ അന്നോട്ട് തന്നെ കൃത്യമായിട്ട് RSS സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അവരാണ് ഈ പറയുന്ന ഈ പള്ളിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇതേ രാമദാസ് മിഷൻ തന്നെയായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് ഈ സ്വാമിമാരൊക്കെ തന്നെ 80കൾ തൊട്ട് തന്നെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രാമദാസ് മിഷൻ രംഗത്ത് വരുന്നുണ്ട്. ഹിന്ദു ഐക്യവേദികൾ എന്ന് വിളിക്കുന്ന ഐക്യവേദികൾ രംഗത്ത് വരുന്നുണ്ട്. തൃശ്ശൂര് പാഞ്ഞാളിൽ ഒരു യാഗം നടത്തുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പുത്രകാമേഷ്ടി യാഗം എന്ന് പറയുന്ന മറ്റൊരു യാഗം, അത് മറ്റേ എറണാകുളത്ത് വെച്ച് നടക്കുന്നത്. പുത്രന്മാരെ ആവശ്യമുള്ളവർക്ക് അത് നേടിക്കൊടുക്കുന്നൊരു യാഗമാണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ യാഗയജ്ഞങ്ങളുടെയും ഇത്തരത്തിലുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് 80കളോടുകൂടി ശക്തിപ്പെട്ടു വരികയും അത്
തൊണ്ണൂറുകളിലെത്തുമ്പോൾ എല്ലാവർക്കും അറിയുന്ന അല്ല ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തോടുകൂടി ഏറ്റവും ശക്തമായിട്ടുള്ള രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിലുള്ള കരസേവകന്മാരിൽ ഏറ്റവും വലിയൊരു സംഘത്തെ അവരെ പ്രദാനം ചെയ്തത് കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ നെയ്യാറ്റിൻകര മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കർസേവകർ അവര് മറ്റേ ഈ ബാബരി മസ്ജിദിനെ പൊളിക്കാനായിട്ട് നമ്മുടെ അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള കഥകളുമുണ്ട്, വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത് കാണിക്കുന്ന ഒരു സംഭവം, വളരെ തീവ്രമായിട്ടുള്ള ഒരു അടിത്തറ RSSനെതിരെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കണ്ണൂരും മറ്റും നടന്ന RSS മാർക്സിസ്റ്റ് സംഘടനകളിൽ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്കൊരു പ്രസൻസ്, അതായത് ഒരു വശത്ത് ഇസ്ലാമിസത്തിന്റെ മറുവശത്ത് RSSന്റെ രണ്ടിന്റെയും പ്രസൻസ് 70കളിൽ വളർന്നു വരുന്നുണ്ട്. 90കളിൽ എത്തുമ്പോഴേക്കും, ഞാൻ അധികം നീട്ടുന്നില്ല, 90കളിൽ എത്തുമ്പോഴേക്കും ഇവര് രാഷ്ട്രീയമായിട്ട് അവരുടെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് വീണ്ടും നീട്ടാതെ തന്നെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള മൊത്തം ഒരുപക്ഷെ വോട്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കൂടുതലൊന്നും പോകുന്നില്ല, ഏതാണ്ട് നാലിലൊന്ന് ചുരുങ്ങിയത് 20% എങ്കിലും നമുക്ക് തീവ്ര വലതുപക്ഷ സംഘടനകളിൽപ്പെട്ട വോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് ഒരു 15% RSS ഹിന്ദുത്വ വോട്ടേഴ്സാണ്. അത് BJP ആയിട്ട് മാറിക്കഴിഞ്ഞു. ഒന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ അവർക്കൊരു പൊതു പിന്തുണ എന്നുള്ള രീതി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അത് എന്ന് വെച്ചാൽ BJP തീവ്രം എന്നുള്ള രീതിയിൽ മാറി പൊതു പിന്തുണയായിട്ട് മാറുന്നുണ്ട്. ഏതാണ്ട് 5-10% മുസ്ലിം വോട്ടേഴ്സ് എന്ന് വിളിക്കുന്നവര് അവരിന്ന് വെൽഫെയർ പാർട്ടിയുടെയോ SDPയുടെയോ അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാതെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവർ പോലും ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരുമാണ്. അതായത് കേരളത്തിൽ ഇന്ന് ഒരു 5-1 വിഭാഗം തീവ്ര വലതുപക്ഷത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞു വന്നത് 1960കളുടെ അവസാനം വരെ ഏതാണ്ട് പൂജ്യമായിരുന്ന അല്ലെങ്കിൽ 2-3% മാത്രമായിരുന്ന തീവ്ര വലതുപക്ഷം ഞാനിവിടെ മാറ്റി നിർത്തുകയാണ്. തീവ്ര വലതുപക്ഷം ഇന്ന് ഏതാണ്ട് 5-1 വോട്ടെങ്കിലും അവർക്ക് കിട്ടുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിന്റെ എന്ത് പ്രവണതയാണ് കാണിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇനി വിലയിരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെയാണ് ഒരുപക്ഷെ ചർച്ച. ഇതിനെ പറ്റിയൊന്നും വലിയ തർക്കമൊന്നും ഉണ്ടാകും. ഇനി വരുന്നത് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ 2-3 മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമാണെന്നുള്ളതാണ് കാണാൻ കഴിയും. ഒന്ന്, 1980കൾക്ക് ശേഷം നമ്മളിവിടെ അതിനു മുമ്പ് ഭൂപരിഷ്കാരം, അതുപോലെ തൊഴിലാളി വർഗ സമരങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ സർവീസ് സംഘടനകളുടെയും മറ്റുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിട്ടുള്ള എന്ന് വെച്ചാൽ ബഹുജന പ്രസ്ഥാനങ്ങൾക്ക് വൻതോതിൽ സ്വാധീനം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഇടത്തരക്കാർ എന്ന് വിളിക്കുന്ന മധ്യവർഗം അവര് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട്. വരുന്നതിന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളതിനെ സൂചിപ്പിക്കാൻ പോകും. വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളി വർഗ സമരങ്ങളിലേക്ക് ഇടത്തരക്കാരായിട്ടുള്ള ആള്, ഇപ്പൊ നിങ്ങളെപ്പോലെ ഇപ്പൊ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലും മറ്റും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ 70കൾ തൊട്ട് ഒരു പക്ഷേ പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്ക് ഉണ്ടായിരുന്നവർ, അവർ വരുന്നത് എന്ന് പറയുന്നത് എല്ലാവരും വരുന്നത് തൊഴിലാളി വർഗം ആയതുകൊണ്ടല്ല, അതിനു പകരം മൊത്തത്തിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളി വർഗ ചിന്ത എന്ന് പറയുന്നത് ക്രമേണ ഒരു മധ്യവർഗത്തിലേക്ക് സംക്രമിച്ചുകൊണ്ടുകൂടിയാണ് ധാരാളം ആളുകൾ ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് വന്നത്. പക്ഷേ 80കൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ ചെറിയൊരു മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. 80കൾ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 80കൾക്ക് ശേഷം മധ്യവർഗം വൻതോതിൽ വളരുന്നുണ്ട്. ഇടത്തരക്കാർ എന്ന് വിളിക്കുന്നവർ,
പ്രധാനമായിട്ടും സർവീസ് മേഖലയിലെ ജീവനക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇടത്തരം മറ്റേ ഷോപ്പ് ഉടമകൾ, അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഗൾഫ് മുതലായ സ്ഥലങ്ങളിൽ പോയിട്ട് തൊഴിൽ ചെയ്ത് തിരിച്ചു വരുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള, പിന്നീട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ IT മുതലായ മേഖലകളിലേക്ക് അവിടെ കിടക്കുന്നില്ല. ഈ മേഖലകളിൽപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വൻതോതിൽ വർദ്ധിക്കുന്നു. അവര് അവരുടെ മക്കളെയും ഒക്കെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് പുതിയ തൊഴിലുകളുടെ സാധ്യത അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വളർന്നു വരുന്ന മധ്യവർഗം എന്ന് പറയുന്ന എല്ലാവർക്കും മുമ്പ് പറയുന്ന രീതിയിലുള്ള തൊഴിലാളി വർഗ ബന്ധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിമ്പതിയോ ഉണ്ടായിക്കൊള്ളാൻ നിർബന്ധമൊന്നുമില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളും മറ്റും സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങളോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വത്തുടമ ബന്ധങ്ങളെ സംബന്ധിച്ചും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള താല്പര്യം വളർന്നു വരുന്ന ഒരു പുതിയ വലതുപക്ഷത്തിന് ഒരുപക്ഷെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം മധ്യവർഗ സ്വഭാവമുള്ള മറ്റു പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടി വരുന്നുണ്ട്. അതായത് 1970-കൾ 80-കളിലുള്ള ഈ ഇലക്ഷന്റെ വോട്ടിംഗ് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട് ക്രമേണ കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ വോട്ട് കൂടുന്നത് മാത്രമല്ല, ഇതേ സമയത്ത് തന്നെ BJP വോട്ട് തുടങ്ങിയിട്ടുള്ള കൃത്യമായ വലതുപക്ഷ സ്വഭാവമുള്ള സംഘടനകളുടെ വോട്ട് ഇക്കാലത്ത് വർദ്ധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വോട്ട് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഈ ഇലക്ട്രൽ പഠനങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് ഇക്കാലത്ത് ഇങ്ങനെ വോട്ട് കിട്ടുന്നവരിൽ ഒരു ബഹുഭൂരിപക്ഷം പേരും സാമ്പത്തികമായി മെച്ചപ്പെട്ട മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ, അതുകൂടാതെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ, മുസ്ലിങ്ങളൊരു വിഭാഗം തുടങ്ങിയവര് വ്യക്തമായിട്ടും ഇടതുപക്ഷ വിരുദ്ധമായിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അത് ഈ മറ്റേ ഇലക്ട്രൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ കാണിക്കുന്ന കാര്യങ്ങൾ. അവർ കൃത്യമായ ഇലക്ഷൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് 80-കളിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, പിന്നെ അങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പൊ അത് കാണിക്കുന്നൊരു സംഭവം, അതായത് ഈ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ദളിത്, ആദിവാസി വിഭാഗങ്ങൾ അടക്കമുള്ള തൊഴിലാളി വർഗം അടക്കമുള്ള ആളുകളാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊപ്പോർഷനായിട്ടായിട്ട് കാണുന്ന സമയത്ത് ഈ പറയുന്ന ഈ വലതുപക്ഷം എന്ന് വിളിക്കുന്നത് നമ്മൾ കോൺഗ്രസിലേക്ക് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ, വലതുപക്ഷത്തിൽ BJP കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വോട്ട് എല്ലാ കാലത്തും ഇടതുപക്ഷത്തെക്കാൾ കൂടുതലാണ് എന്നുള്ളത് മാത്രമല്ല, ഒരു 50 മുതൽ 60% വരെ വോട്ട് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. അതിലൊരു ചെറിയ മാറ്റം വന്നിട്ടുള്ള ഏക ഇലക്ഷൻ ഒരുപക്ഷെ 2004 ആയിരിക്കും. അത് മാത്രമാണ് നമുക്കൊരു ചെറിയ മാറ്റം കണ്ടിട്ടുള്ളത്. 2004 പൊതു തെരഞ്ഞെടുപ്പായിരിക്കും. 18 സീറ്റുകളാണ് LDF-ന് ലഭിച്ചത്. ആ ഒരു സമയത്ത് മാത്രമാണ് ചെറിയ വ്യത്യാസം വന്നത്. അപ്പൊ ഇത് കാണിക്കുന്നൊരു സംഭവം വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്ന ഒരു പൊതു ട്രെൻഡായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് ഇന്നൊക്കെ വരുന്നത്. അതായത് ഇടതുപക്ഷത്തെ നിരാകരിക്കുന്ന, ഒരുപക്ഷെ മാർക്സിസം അടക്കമുള്ള സിദ്ധാന്തങ്ങൾ നിരാകരിക്കുന്ന, ആ തൊഴിലാളി വർഗം എന്ന് പറയുന്ന അപ്രസക്തമാണെന്ന് കരുതുന്ന ഒരു സംഘം എന്ന് പറയുന്ന മധ്യവർഗത്തിനിടയിലുണ്ട്. ആ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വലതുപക്ഷം എന്ന് പറയുന്നത്, കോൺഗ്രസിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, BJP അടക്കമുള്ള സംഘടനകൾ അവർക്ക് ഒരുപക്ഷെ വലതുപക്ഷത്തേക്കാൾ സ്വീകാര്യമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനോടൊപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിശക്തമായിട്ട് ഇക്കാലത്ത് തുടരുന്നുണ്ട്. NSSന്റെ, SNDPയുടെ, നമ്മൾ പറയുന്ന സുകുമാരൻ നായരെ കുറിച്ചും മുല്ലപ്പള്ളി നടേശനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണത്. ക്രിസ്ത്യൻ സംഘടനകളുടെ, പ്രത്യേകിച്ച് നേരിട്ടുള്ള മത ഡിനോമിനേഷണൽ ബോഡീസിന്റെ, അതായത് ഞാൻ പറയുന്നത് KCBC പോലെയുള്ള സംഘടനകൾ, അല്ലെങ്കിൽ മറ്റേ സമസ്ത ജമാഅത്ത്, കേരള ജമാഅത്ത് പോലെയുള്ള സംഘടനകൾ, ഹിന്ദു സംഘടനകൾ, ഇങ്ങനെ നേരിട്ട് മതം പ്രചരിപ്പിക്കുന്ന സംഘടനകൾക്ക് കിട്ടുന്ന ജനപിന്തുണ എന്ന് വിളിക്കുന്നത് അത്
കഴിഞ്ഞ ഒരു 20-30 വർഷത്തിനിടയിൽ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. ഈ വൻതോതിൽ വർദ്ധിച്ചത് എന്ന് പറയുന്നത് അത് പലപ്പോഴും അത് ഈ മുമ്പ് പറഞ്ഞ ഈ മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളൊക്കെ മറികടക്കുന്ന ഒന്നാണ്. എങ്കിലും മുന്നോക്ക വിഭാഗങ്ങൾ ഏതാണ്ട് മുഴുവനും ഈ മതസംഘടനകളുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള മറ്റുള്ളവര് നല്ലൊരു ശതമാനത്തെയും ഇതിന്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന സ്വാധീനത്തിന് മറികടക്കാനായിട്ട് വലതുപക്ഷം ഉപയോഗിക്കുന്നത് മതവും ജാതിയുമാണ് എന്നുള്ളതാണ്. അല്ലാതെ കോൺഗ്രസിനെ പോലെയുള്ള സംഘടനകളുടെ എല്ലാം കോൺഗ്രസ് അത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. മതവും ജാതിയുമാണ് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. അതാണ് തീവ്ര വലതുപക്ഷത്തെ വൻതോതിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറൊന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഇടയിൽ എത്രമാത്രം അതിന്റെ സ്വാധീനമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ചിലർ പറയാറുള്ള ഒരു കാര്യമുണ്ട്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. പലരും ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരാണെന്നാണ്. ഞാനതിൽ അങ്ങനെ പരിചയപ്പെടുത്തുന്നതിന് ഞാൻ പൂർണ്ണമായി കുറ്റമൊന്നും കാണുന്നില്ല. അതല്ല ഞാൻ അവിടെ പറയാൻ ശ്രമിക്കുന്നത്. കുറ്റമൊന്നും കാണുന്നില്ല. പക്ഷെ സാംസ്കാരിക പ്രവർത്തകരാണെന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. സാംസ്കാരിക പ്രവർത്തകർ ആവശ്യമുണ്ട്. 1930കളും 40കളിലും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം അതിശക്തമായിട്ട് വളർന്നു വന്നപ്പോഴും സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അതിശക്തമായ സ്വാധീനം അക്കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഇടതുപക്ഷക്കാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരല്ല, പക്ഷെ സംസ്കാരം എന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ പുതിയ സമൂഹ പരിവർത്തനത്തിലുള്ള പ്രസ്ഥാനമെന്ന് വാദിക്കുന്നു. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ സാംസ്കാരിക പ്രവർത്തനമാണ് നമ്മൾ ഇനി നടത്തേണ്ടത്, അല്ലാതെ വർഗരാഷ്ട്രീയമല്ല, തൊഴിലാളി വർഗത്തിന് വേണ്ടി വാദിക്കുകയല്ല. നമുക്ക് വേണ്ട അതിനേക്കാൾ അപ്പുറം വരുന്ന ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ ഭാഗത്തുനിന്ന് സാംസ്കാരിക പ്രവർത്തനമാണ് നടക്കേണ്ടത് എന്നുള്ള വാദം ഇപ്പോൾ അതിശക്തമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, RSS ഒരു സാംസ്കാരിക സംഘടനയായിട്ടാണ് ആരംഭിച്ചതും ഇപ്പൊ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൂടി നമ്മൾ കാണും. അതൊരു സാംസ്കാരിക സംഘടനയായിട്ടാണ് ആരംഭിച്ചത്, ഇപ്പൊ പ്രവർത്തിക്കുന്നു അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ RSSന് രാഷ്ട്രീയത്തിന്റെ ലെജിറ്റിമസി എന്ന് പറയുന്നത് അതിനൊരു ഘടകമായിട്ട് മാറുന്ന ഇങ്ങനെയുള്ളൊരു സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു സ്വീകാര്യത എന്ന് പറയുന്ന RSSനെ പോലുള്ള സംഘടനകൾക്ക് കൂടുതൽ അതിനൊരു നീതീകരണം ന്യായീകരണം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മതസംഘടനകൾ നേരിട്ട് പ്രവർത്തിക്കുന്ന പല സംഘടനകൾ സാംസ്കാരിക സംഘടനകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കാണും. അവരും സംസ്കാരത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സാംസ്കാരികമായിട്ടുള്ള സംഘർഷങ്ങളാണ് അവരുടെ സംഘർഷങ്ങൾ. അങ്ങനെ വരുമ്പോൾ മതസംഘർഷങ്ങളെ സാംസ്കാരിക സംഘർഷങ്ങളാക്കി മാറ്റുന്നതോടുകൂടി സംഭവിക്കുന്നത് മതപരതയ്ക്ക് ഒരു സാംസ്കാരികമായിട്ടുള്ള നീതീകരണം, ഒരു പൊതു സ്വീകാര്യത അതോടുകൂടി കിട്ടുന്നതാണ്. നമ്മളിപ്പോ അയ്യപ്പന്റെ കാര്യമൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ വർഗപരമായിട്ടുള്ള ജനങ്ങളുടെ ഐക്യം എന്ന് പറയുന്നതിന് പകരം തൊഴിലാളികളുടെ ഐക്യം, കർഷകരുടെ ഐക്യം, കർഷക തൊഴിലാളികളുടെ ഐക്യം, പൊതുവിൽ പണിയെടുക്കുന്നവരുടെ ഐക്യം, ചിലപ്പോൾ IT അടക്കമുള്ള മേഖലകളിൽ പണിയെടുക്കുന്നവരോ എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ ആരായാലും അവര് തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ തൊഴിലെടുക്കുന്നവരുടെ ഐക്യം എന്നുള്ളതിനൊക്കെ പ്രധാനമായിട്ട് അവര് സ്വയം കൾച്ചറൽ ഫോറങ്ങളായിട്ട് കാണാനും പ്രവർത്തിക്കാനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വസ്തുത ഇപ്പോഴുണ്ട്. പലപ്പോഴും അതിനാണ് തൊഴിൽ സംഘടനയൊക്കെ കൂടുതൽ നിലനിൽക്കാനുള്ള സാധ്യതയുള്ളത് എന്നും ഒരു വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ഈ തൊഴിലെടുക്കുന്നവരും സാംസ്കാരിക സംഘടനകളും തമ്മിലുള്ള വേർതിരിവ് എന്ന് വിളിക്കുന്നത് വലതുപക്ഷത്തെ, പ്രത്യേകിച്ച് മതപരമായ ജാതിപരമായ വലതുപക്ഷത്തെ വലുത് സഹായിക്കുന്നു. അതാണ് മറ്റൊരു കാര്യം. മൂന്നാമതൊരു കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അത് ഞാൻ പറയാൻ പോകുന്നതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമതൊരു കാര്യം എന്ന് വിളിക്കുന്നത് അത് നമ്മളുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ മറ്റൊരു രൂപം. ആ സാമൂഹ്യ മാറ്റത്തിന്റെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസ രംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇടതുപക്ഷത്തിന് വൻതോതിൽ സ്വാധീനമുണ്ട് എന്നുള്ളൊരു വസ്തുത. യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ ഒക്കെ തന്നെ ഇടതുപക്ഷ സംഘടനകൾക്കാണ് ഡോമിനൻസ് ഉള്ളത്, അതിനാണ് സ്വാധീനം കൂടുതലുള്ളത്. സർവകലാശാലകളിലെ ഭരണ സമിതികളിലും അവരെ തന്നെയാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്, ഒരു വസ്തുത തന്നെ. പക്ഷെ പഠിക്കുന്നതെന്താ ഇത് നമ്മൾ വേണ്ട രീതിയിൽ പരിശോധിക്കാറില്ല. പഠിക്കുന്നതും ഇന്ന് വ്യക്തമായിട്ടും വലതുപക്ഷ തത്വശാസ്ത്രമാണെന്ന് പഠിപ്പിക്കുന്നു. ക്രമേണ നമ്മളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നതിന്റെ ഘടകമാണ്. ഇതിന്റെ ഏറ്റവും നല്ല രൂപമായിട്ട്, ഇതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള രൂപം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസമാണ്. അതായത് പുതിയ UGCയുടെ നമ്മളുടെ പുതിയ മോഡൽ സിലബസ് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ, അത് അംഗീകരിക്കപ്പെടും എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടെ മതപരത എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു സാംസ്കാരിക പ്രതിഭാസം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെ തന്നെ ധർമ്മസംഹിതകൾ, മനുസ്മൃതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു മനുസ്മൃതി ഒരു മാനേജ്മെന്റ് ടെക്സ്റ്റ് ആയിട്ട് പഠിപ്പിക്കുക. ഞാൻ പറയുന്നത് ഇത് വരാൻ പോകുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. മനുസ്മൃതിയെ ഒരു മാനേജ്മെന്റ് ടെക്സ്റ്റ് ആയിട്ട് പഠിപ്പിക്കുക, അർത്ഥശാസ്ത്രത്തെ ഒരു പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ആയിട്ട് പഠിപ്പിക്കുക, വേദങ്ങളെ അല്ലെങ്കിൽ ഉപനിഷത്തുകളെയൊക്കെ ഫിലോസഫിയുടെ ഭാഗമായിട്ട്, സാധാരണ ഫിലോസഫിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കുക. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാതിരിക്കുക. എന്ന് മാത്രമല്ല, കൊമേഴ്സില്, ഉദാഹരണത്തിന് കൊമേഴ്സിൽ നമ്മളുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന കച്ചവടത്തെ പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് പലപ്പോഴും ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള വലതുപക്ഷ ഒരു പുതിയ ശാസ്ത്രീയമായിട്ടുള്ള വേർതിരിവുകൾ പോലും അപ്രത്യക്ഷമാവുകയും കേവല മതപരത എന്ന് വിളിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു പെഡഗോജിയുടെ ഭാഗമായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അത് ഇന്ന് ഏറ്റവും കൂടുതൽ മത സംഹിതകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ UGC അടക്കമുള്ള സംഘടനകൾ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഈ പഠനത്തിന് മറ്റൊരു തരത്തിലുള്ള നീതീകരണം കിട്ടും. എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ? നിങ്ങൾക്ക് ഉദാഹരണത്തിന് ആധുനിക ശാസ്ത്രം മാത്രം പഠിപ്പിക്കണോ? അതിലെല്ലാം മാത്രമല്ല പഠിപ്പിക്കും. എന്തുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ കൂടെ ആയുർവേദം പഠിപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് എഞ്ചിനീയറിംഗിന്റെ കൂടെ വാസ്തുവിദ്യ പഠിപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് കെമിസ്ട്രിയുടെ കൂടെ പഴയ രസായന തന്ത്രം എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ? അല്ലെങ്കിൽ അറബികളുടെ ഒപ്റ്റിക്സ് എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ എന്നുള്ള ചോദ്യം വരുന്നതോടുകൂടി ശാസ്ത്രം അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയുന്ന സംഗതി, അതായത് നിങ്ങളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിരുന്ന എഞ്ചിനീയറിംഗ് അടക്കമുള്ള സംഗതികളിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മോഡേൺ സയൻസിന്റെ തലം എന്ന് പറയുന്നത് ക്രമേണ ഇല്ലാതാവുകയും അതിന് പകരം എന്ന് പറയും നിങ്ങൾക്ക് ആശാരിക്കോൽ എന്ന് വിളിക്കുന്നത് മോഡേൺ ആയിട്ടുള്ള മെഷർമെന്റ് ടെക്നിക്സിനോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗിന് ആശാരിക്കോല് വേണോ വേണ്ടയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അത് ആശാരി എങ്ങനെ പഠിപ്പിക്കുന്നത് തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കാവും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടി എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ വേർതിരിവുകൾ, അതായത് ജ്ഞാനതലത്തിലും ഉണ്ടായി വരുന്ന വേർതിരിവുകൾ ഇല്ലാതായി മാറുകയും എല്ലാത്തിനും ഒരേ തരത്തിലുള്ള സംഗതി കിട്ടുകയും ചെയ്താൽ ഐതിഹ്യവും കെട്ടുകടയും കഥയും സയൻസും തമ്മിലുള്ള വേർതിരിവൊക്കെ ഇല്ലാതായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രമേണ മതപരതയും ശാസ്ത്രവും തമ്മിലുള്ള വേർതിരിവ് പോലും ഇല്ലാതെയായി മാറുന്നൊരവസ്ഥയിലേക്ക് നീങ്ങും. ഇതാണ് നമ്മൾ കാണുന്ന ഭാവിയിൽ അടിയന്തരമായിട്ട് അടുത്ത് തന്നെ കാണാൻ പോകുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള സംഗതികളൊന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ തന്നെ ആ സംഗതി ഞങ്ങൾ ഒരു പക്ഷേ ചർച്ച ചെയ്തിരുന്നൊരു കാര്യമാണ്. ചികിത്സയിൽ സമന്വയമാകാം. മോഡേൺ മെഡിസിനും ആയുർവേദവും യുനാനിയും ഹോമിയോപ്പതിയും എന്തുകൊണ്ട് ഒരുപോലെ പരീക്ഷിച്ചുകൂടാ എന്ന് ചർച്ച ചെയ്യുന്നവരുണ്ട്. നമ്മളുടെ ഇടയിൽ തന്നെ ധാരാളം ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷക്കാർ തന്നെ പലരും ഇതിന്റെയൊക്കെ വക്താക്കളുമുണ്ട്. അതിന്റെ വസ്തുതയാണ്. അത് നമ്മൾ കാണേണ്ടുന്ന സംഗതി. ഞാൻ അതിന്റെ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് കാണേണ്ടുന്നൊരു സംഗതി പലപ്പോഴും വലതുപക്ഷത്തിന്റെ നിലപാടുകളും
ഇടതുപക്ഷത്തിന്റെ നിലപാടുകളും തമ്മിലുള്ള വേർതിരിവ് എവിടെയാണ് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് ആണ് നമ്മൾ ഇപ്പൊ നടക്കുന്ന വിശ്വാസത്തെ പറ്റിയുള്ള ചർച്ചയൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ കാണേണ്ടത്. വിശ്വാസം എന്താണ്, വർഗീയത എന്താണ്, എന്തിനാണ് വിശ്വാസമായിട്ട് കണക്കാക്കേണ്ടത്, എന്താണ് വർഗീയതയായിട്ട് കണക്കാക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഇത് തമ്മിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ പോലും അതിപ്പോൾ യഥാർത്ഥത്തിൽ അതെന്ത് വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയിൽ ആ കുടി വേണ്ടത് ഞാൻ ഇടതുപക്ഷമാണ് എന്നൊരു സ്വാമിയാർ പറയുകയാണെങ്കിൽ അയാൾ ഇടതുപക്ഷമായിട്ട് പ്രഖ്യാപിക്കുക, വേറൊരു സ്വാമിയാർ വലതുപക്ഷമാണെന്ന് പറയുകയാണെങ്കിൽ അയാൾ വലതുപക്ഷമായിട്ട് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ചെയ്യുന്നത് എന്താണെന്നുള്ള ചോദ്യം നമ്മളൊന്നും ആരും ചോദിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് കൂടി നമ്മൾ കാണേണ്ട. ഈ അവസ്ഥ കൂടി വരുമ്പോൾ അപ്പോൾ ഇതില് വേണ്ടി ചോദ്യം വന്നിരിക്കുന്ന ഒരു കമന്റില് ആൾദൈവങ്ങളെ കുറിച്ചുള്ള കമന്റൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളുടെ ഇടയിൽ വരികയാണെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ വലതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷത്തിന്റെ ആശയപരമായ ആധിപത്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് യൂണിവേഴ്സിറ്റികളിലുണ്ട്, കോളേജുകളിലുണ്ട്, സർവകലാശാല എല്ലായിടത്തും ഉണ്ട്. ആശയപരമായിട്ടുള്ള ആധിപത്യം എന്ന് പറയുന്നത് അത് നമ്മൾ കാണേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനം. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ തീവ്ര വലതുപക്ഷത്തെ കുറിച്ചുള്ള ചർച്ച നടത്തേണ്ടത് എന്ന് തോന്നുന്നു. ഇപ്പോ അതായത് ആദ്യഘട്ടത്തില് ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പ്രോജക്റ്റ് ആയിരുന്ന ഒരു സംഭവം ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെയൊരു വശം കൂടി വരുന്നതോടുകൂടി ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിനെ നിയന്ത്രിക്കുന്നൊരു പ്രോജക്റ്റായിരുന്നു. ഇപ്പൊ അത് മാറുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇടതുപക്ഷ പുരോഗമനവാദികളൊക്കെ തന്നെ പരിശോധിക്കേണ്ടത്. അപ്പൊ ഇത്രയുമാണ് പൊതുവിൽ പറയാനുള്ളത്. അത് ഇനി ചർച്ച വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. ഇവിടെ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കാണേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. പിന്നെ ഇടതുപക്ഷം നേരിടേണ്ട രീതിയെക്കുറിച്ചുള്ള ഒരു നിലപാടുണ്ട്. അതായത് നമ്മള് ഈ പറയുന്ന രീതിയിൽ മതത്തിന്റെയും ജാതിയുടെയും അവര് വെക്കുന്ന അജണ്ടയെ വെച്ചുകൊണ്ടാണ് ഡിബേറ്റ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇതിൽ നിന്നും വേറിട്ട് നിങ്ങൾക്ക് ഇന്ന് മാറിപ്പോകാൻ കഴിയില്ല. കാരണം അജണ്ട എന്ന് വിളിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തന്നെ ചർച്ച ചെയ്യും. പക്ഷെ അയ്യപ്പ സംഘം എന്ന് വിളിക്കുന്ന കുറെ ഭക്തന്മാരെ വിളിച്ചൊരു സംഗമം നടത്താൻ വേണമെങ്കിൽ മീറ്റിംഗ് നടത്താൻ മറ്റേ ഇവർക്ക് ഇവിടെ ദേവസ്വം ബോർഡിന് അവകാശമുണ്ട്. അത് അവരുടെ അജണ്ടയിൽ പെട്ടത് തന്നെയാണ്. അത് നടത്തണോ വേണ്ടിയായിരുന്നു എന്നുള്ള വേറൊരു പ്രശ്നം. പക്ഷെ അതർക്ക് നടത്താമെന്നുള്ളൊരു നിയമപരമായിട്ടുള്ള ഒരു വശമുണ്ട്. പക്ഷെ അങ്ങനെ നടത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇത് നടത്തുന്ന സമയത്ത് നിങ്ങള് വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ചോദ്യം. അതായത് നിങ്ങൾ വെക്കുന്ന ഒരു അജണ്ട എന്ന് വിളിക്കുന്നത് അത് മതപരതയുടെ അടിസ്ഥാനത്തിലാണോ അതോ പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? ഞാനത് വേറെ രീതിയിൽ കൂടി പറയാം. ഇപ്പോ ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവര് മതങ്ങളാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകൾ അവര് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അവര് ഭൂരിപക്ഷത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം എന്നുള്ള നിലയിലാണ്. അവര് പ്രത്യേക മതവിശ്വാസികളായതുകൊണ്ടാണ് അവര് അന്യവൽക്കരിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞ് ഞാൻ മതവിശ്വാസിയാണെന്നൊന്നും അല്ല അർത്ഥമില്ല. ഞാൻ ന്യൂനപക്ഷമാണെങ്കിൽ ഞാൻ മതത്തിനോട് ബിലോങ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇയാൾ ഭക്തനാവാം, ഭക്തനാവാതിരിക്കുക, എന്ത് വേണമെങ്കിലോ അയാൾ ന്യൂനപക്ഷമാണ്. ഇത് തന്നെയാണ് മിക്കവാറും നമ്മളുടെ പിന്നോക്ക സമുദായം തുടങ്ങിയവരും കിടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഡെഫിനിഷനിൽ വരുന്ന മാറ്റം എന്ന് വിളിക്കുന്നതിലൂടെ തന്നെ
നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു അജണ്ടയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അഥവാ ചെയ്യേണ്ടത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണെന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇവരുടെ അജണ്ട പാൾദൈവങ്ങളുടെ അജണ്ട വെച്ചുകൊണ്ട് അങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ, അതോടുകൂടി ഉദാഹരണത്തിന് അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടി നിങ്ങൾ വിശ്വാസികളാണ്, വിശ്വാസ സംഘമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതോടുകൂടി ഈ പറയുന്ന ഒരു അവരുടെ അജണ്ടയെ നമ്മൾ ക്ഷണിച്ചു വരുത്തുക എന്നുള്ളതിലേക്ക് നീങ്ങും. അതിനു പകരം കേവലമായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ അവകാശങ്ങളോ അവരുടെ യാത്ര ചെലവോ മറ്റു സംഗതികളോ ആണെങ്കിൽ അത് സാധാരണ ഒരു സാധാരണ പൊളിറ്റിക്കൽ എക്കോണമിയുടെ അജണ്ടയായിട്ട് മാറും. അപ്പൊ എങ്ങനെ പോസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പോസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. സംവരണത്തിന്റെ ചർച്ച അതുപോലെ നടക്കേണ്ട ചർച്ച. സംവരണത്തിന്റെ ചർച്ച ജാതിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചർച്ചയല്ല. സംവരണത്തിന്റെ ചർച്ച എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പറയുന്നതിൽ പെട്ടുപോയത് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന പിന്നോക്കാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള രീതി മാത്രമാണ് സംവരണം നിലനിൽക്കുന്നത്. അതിന്റെ അർത്ഥം അത് ജാതീയതയെ നിലനിർത്തുകയോ നിലനിർത്താതിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയായിട്ടത് മാറ്റിക്കഴിഞ്ഞാൽ ഡിസ്കഷന്റെ സ്വഭാവം മാറും. പക്ഷെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ജാതീയവും മതപരവുമായിട്ടുള്ള ഒരു പൊതു ഫ്രെയിംവർക്കിന്റെ അകത്ത് കയറിയുന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്തർ, വിശ്വാസികൾ, എന്താ പറയണ്ടേ, ഈ സംവരണം, അമ്പലങ്ങളുടെ അവകാശമാർക്ക്, പള്ളികളുടെ അവകാശമാർക്ക് നമ്മൾ ചർച്ചയായിട്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ വിജയിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ മതജാതി വിഭാഗങ്ങളാണ് എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അപ്പൊ നമ്മളിവിടെ അയ്യപ്പ സംഗമം പോലെയുള്ള കാര്യങ്ങളെ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ ചർച്ച നടന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തോന്നുന്നു. അവിടെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതാണ് ഒരു കാര്യം. അപ്പം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിൽ വരുമ്പോൾ ഇത് നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, കേരളത്തിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമായി കേരളത്തിലുള്ള വിശ്വാസികളുടെ പ്രകടനപരത വർദ്ധിക്കുകയാണെന്ന് കരുതാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകടനപരത എന്ന് പറയാനുള്ള കാരണം ഈ വിശ്വാസികൾ എന്ന് വിളിക്കുന്ന ആളുകളെ വിവിധ ക്ഷേത്ര സംരക്ഷണ സമിതികളുടെയും മറ്റുള്ള പേരിൽ സംഘടിപ്പിക്കുന്ന ആളുകളായി മാറിയിരിക്കും. അതിപ്പോ പള്ളികളായാലും അമ്പലങ്ങളായാലും ഒക്കെ തന്നെ വിവിധ തരത്തിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ട് അങ്ങനെ ഒരു പ്രകടനപരത വർദ്ധിക്കുന്നൊരവസ്ഥ. നേരത്തെ അമ്പലത്തിൽ ആളുകൾ പോകാറുണ്ടായിരുന്നു, വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിശ്വാസികളുടെ പ്രകടനപരതയെ വർദ്ധിക്കുക. ഈ പ്രകടനപരതയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള മുഖമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രകടനപരതയുടെ വർധന എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മുഖമാണ് നമ്മളിന്ന് വലതുപക്ഷ മുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ വേർതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഈ പറയുന്ന വലതുപക്ഷ മുഖം അതിന്റെ രാഷ്ട്രീയ മുഖത്ത് തുറന്നു കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ ഇല്ലയോ. കാരണം വലതുപക്ഷ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത് അതിന്റെ നിലനിൽപ്പ് മറ്റൊരു മതത്തിനെതിരായിട്ടുള്ള നിലനിൽപ്പാണ്. വിശ്വാസം എന്ന് പറയുന്നതോ ഒരാൾ അമ്പലത്തിൽ പോകുന്നോ മറ്റൊരു മതത്തിനെതിരായിട്ടൊന്നുമല്ല. അയാൾ അമ്പലത്തിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ മറ്റൊരു മതത്തിനെതിരായിട്ടൊന്നുമല്ല അമ്പലത്തിൽ പോകും. അങ്ങനെ വരുമ്പോൾ മറ്റൊരു മതത്തിനെതിരായിട്ട് അല്ല അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ പ്രകടനപരമായിട്ടുള്ള ഭക്തിക്ക് മറ്റൊരു മതത്തിനെതിരായിട്ടുള്ള സ്വഭാവം ഉണ്ട്. ഇത് തമ്മിൽ വേർതിരിക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ കേവല വിശ്വാസത്തിന് ഭക്തിക്ക് പോലും മറ്റൊരു ഭക്തിയോടുള്ള എതിർപ്പുണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾക്ക് പ്രകടനപരമായ ഭക്തിക്ക് അതിന് മറ്റൊരു മതത്തിനോടുള്ള എതിർപ്പിന്റെ സ്വഭാവം വരാം. അതാണ് നമ്മൾ നിലയ്ക്കൽ കണ്ടത്, അതാണ് വർഗീയ കലാപങ്ങളിൽ കാണുന്നത്, അതാണ് ഹിന്ദു മുസ്ലിം വിരുദ്ധതയിൽ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുള്ളത്, ഈ പറയുന്ന വേർതിരിവുകളെ മറികടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ജനങ്ങളുടെ വർഗപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഐക്യങ്ങൾക്ക് മാത്രമാണ് നമുക്കിതിനെ മറികടക്കാനുള്ള ഏക മാർഗം.
അതായത് തൊഴിലെടുക്കുന്നവർ എന്നുള്ള രീതിയിൽ, എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ, ആന്റർപ്രണേഴ്സ് എന്നുള്ള രീതിയിൽ, എന്തായിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന പണിയുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തമ്മിൽ എത്തിച്ചേരുന്നൊരു യോജിപ്പുണ്ട്. ആ യോജിപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, അവിടെ മാത്രമാണ് മതങ്ങൾക്കും ജാതികൾക്കും ഒക്കെ തന്നെ പരാജയപ്പെടുക. കാരണം അതിനെ മറികടക്കാൻ അവർ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ എപ്പോഴും തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്ന വർഗസമരമാണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് വർഗപരമായിട്ടുള്ള ജനങ്ങളുടെ സംഘടന തന്നെയാണ്. ഇതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അതായത് കേരളത്തില് നമ്മൾ പറയുന്ന ഇടതുപക്ഷത്തിന്റെ മൊബിലൈസിങ് സ്ട്രെങ്ത് ഉണ്ട്. ഞാൻ പറയുന്ന വോട്ടിംഗ് സ്ട്രെങ്ത് ഇവിടെ നിൽക്കട്ടെ. വോട്ടിംഗ് സ്ട്രെങ്ത് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുകയും മറിയുകയും ഒക്കെ ചെയ്യുന്ന, പക്ഷേ ആ വോട്ടിംഗ് സ്ട്രെങ്ത് ഒരിക്കലും തന്നെ കേരളത്തിലെ മെജോറിറ്റി വോട്ടിംഗ് ആയിട്ട് മാറിയിട്ടില്ല ഒരു കാലഘട്ടം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും അതാണ്. ഇടതുപക്ഷത്തിന് മെജോറിറ്റി വോട്ട് കിട്ടിയിട്ടില്ല. നമുക്കിവിടെ മാക്സിമം കിട്ടിയിട്ടുള്ള 48-49% വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാണിക്കുന്നൊരു സംഭവം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സ്വാധീനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ അതേസമയം തന്നെ അതിനുള്ള ആശയപരമായിട്ടുള്ള ഡോമിനൻസ് ഉണ്ടായിരിക്കാം, പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴും വലതുപക്ഷത്തിന്റെ ശക്തമായ സ്വാധീനം കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത്, ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂടി നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു മധ്യവർത്തി ലിബറൽ വിഭാഗം എന്ന് വിളിക്കുന്നത്, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കോൺഗ്രസിനെ കുറിച്ചാണ്. കോൺഗ്രസ് അനുകൂല വിഭാഗങ്ങളെ ഇതിൽപ്പെടുത്താം. അവര് മധ്യവർത്തി സെൻട്രിസ്റ്റ് ലിബറൽ വിഭാഗങ്ങളാണ്. അവരാണ് മിക്കവാറും പേരും കോൺഗ്രസ്സുകാരായി മാറുന്നത്. അവര് ഈ പറയുന്നതിന്റെ അത് അവരുടെ ഒരു ന്യായമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പക്ഷെ അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വളർന്നു വരുന്ന വലതുപക്ഷത്തിനെതിരായിട്ട് കൺസിസ്റ്റന്റ് ആയുള്ള നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും തന്നെ കേരളത്തിന്റെ ഇടതുപക്ഷത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടമായ വല്ല പൊളിറ്റിക്കൽ മൈലേജ് ഉള്ള വല്ല സാധനത്തിന് സപ്പോർട്ട് കിട്ടുന്ന ഒഴിച്ചാൽ, ഉദാഹരണം പറഞ്ഞ ഇപ്പൊ നമ്മളുടെ എന്താണ് സ്പെഷ്യൽ SIR എന്ന് വിളിക്കുന്ന ഇതിനെതിരായിട്ട് ഇപ്പൊ നടന്നുള്ള യോജിപ്പ് ഒരു ഉദാഹരണം മാത്രം. അങ്ങനെയുള്ള ചില പ്രത്യേക ഘട്ടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സമയത്തും ഇവിടെ മറ്റേ ഇടതുപക്ഷത്തിന്റെ സെക്കുലർ ജനാധിപത്യ നിലപാടുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ലിബറൽ മധ്യവർത്തി ഒട്ടും സ്വീകരിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ലിബറൽ മധ്യവർത്തി വർഗം സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ തന്നെ ഇടതുപക്ഷം അതിന്റെ പ്രോഗ്രസീവ് സ്വഭാവം ശക്തമായിട്ട് നിലനിന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത ഘട്ടങ്ങളിൽ അത് തകർന്നു പോയിട്ടുണ്ട്. ഇതാണ് ഒരു വസ്തുത. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഇവിടുത്തെ സെൻട്രിസ്റ്റ് ലിബറൽ മധ്യവർഗത്തിന്റെ ചാഞ്ചാട്ടം നമ്മൾ പരിശോധിക്കേണ്ടത്. 1950കളിലും 60കളിലും ഈ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നില്ല. ലിബറൽ മധ്യവർത്തി വർഗം പൊതുവിൽ പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ പ്രോഗ്രസീവ് ഫോഴ്സസിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തു വന്നത്. പക്ഷെ നമുക്ക് 80കൾക്ക് ശേഷം അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഇവർ കാണാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഏതാണ്ട് സ്റ്റാഗ്നന്റ് ആണ്, വൻതോതിൽ മുന്നോട്ട് പോയിട്ടില്ല, ഒരു ഘട്ടത്തിൽ തന്നെ എത്തി അവിടെ നിൽക്കുകയാണ്. ലിബറൽ മധ്യവർത്തി വർഗം എന്ന് വിളിക്കുന്ന വിഭാഗം അവര് ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തെ ചില ഘട്ടങ്ങളിൽ പിന്തുണയ്ക്കുന്നതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി ഭൂരിപക്ഷ അവസരങ്ങളിലും ഇടതുപക്ഷത്തിനെതിരായിട്ട് തിരിയാണ് ചെയ്തിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ വളർച്ചയെ വൻതോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്, അതിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ലിബറലുകൾ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്, ക്ഷമിക്കണം പറയുമ്പോൾ ലിബറലുകൾ, കേരളത്തിലെ ലിബറലുകൾ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്, അല്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല.
അത് ഏതാണ്ട് വിശദീകരിച്ചു എന്നാണ് എന്റെ ധാരണ. അതെ, ഏതാണ്ട് വിശദീകരിച്ചു എന്നുള്ളതാണ് എന്റെ ധാരണ. ഒരു ഒറ്റ കാര്യം കൂടി മാത്രമേ അതിന് സൂചിപ്പിക്കാനുള്ളൂ. അതിൽ ഈ മറ്റേ നമ്മൾ ഈ ഫാസിസം എന്ന് വിളിക്കുമ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച്. കാരണം നമ്മളുടെ ഇടയിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എനിത്തിങ് ബിക്കംസ് ഫാസിസ്റ്റ്. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ടായി വരുന്നില്ല. ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചാൽ എന്നെ നിങ്ങൾക്ക് ഫാസിസ്റ്റ് ആണെന്ന് പറയാം. അപ്പോ അങ്ങനെ ഇരുന്ന് പറയുന്നതൊക്കെ ഫാസിസ്റ്റ് ആണെന്നുള്ള ഒരർത്ഥം കണ്ണൂരിട്ടി കാണിക്കുന്ന ഫാസിസം ആണെന്ന് പറയുന്ന ആൾക്കാർ വരെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന ഫാസിസത്തിന്റെ ഒരു ക്ഷുദ്രവൽക്കരണം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ആ ഫാസിസത്തിന്റെ ക്ഷുദ്രവൽക്കരണം കേരളത്തിലുള്ള ഫാസിസ്റ്റ് ടെൻഡൻസീസിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. എനിക്ക് അതിലൊറ്റ പോയിന്റ് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. ആ ഒറ്റ പോയിന്റിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ഫാസിസത്തിന്റെ അടിത്തറയാണ് നമ്മൾ കാണേണ്ടത് ഒരു ക്യാപിറ്റലിസ്റ്റ് സ്വഭാവമുള്ള ഡെമോക്രസിയോട്. ഞാൻ പറയുന്നത് ലിബറൽ ഡെമോക്രസിയാണ്, മറ്റതൊക്കെ പോലും ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഡെമോക്രസിയോട് അവരുടെ നിലപാടെന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു ഫാസിസത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ അളക്കേണ്ടതിന് അളവുകളായിട്ട് കാണേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നതിനെ ഒരു തെരഞ്ഞെടുപ്പിലുള്ള ജനാധിപത്യ രാഷ്ട്രീയം എന്നുള്ള രീതി മാത്രമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത ജാതി മത ഗ്രൂപ്പുകളുടെയൊക്കെ തന്നെ കൂടിച്ചേരുക എന്ന് വിളിക്കുന്നത് അതിനെ ജനാധിപത്യമായിട്ട് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ അത്തരത്തിൽ ജനാധിപത്യപരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജനാധിപത്യത്തെ എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ നിലനിർത്താനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, അതാണ് ഇപ്പോൾ RSS സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഇപ്പൊ SIR അടക്കമുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മെജോറിറ്റേറിയൻ പൊളിറ്റിക്സിന് നിങ്ങൾക്ക് ഡെമോക്രസി ആയിട്ട് വ്യാഖ്യാനിച്ച് അതിന് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു സ്വഭാവത്തിന് ഒരു അമിതാധികാര സ്വഭാവത്തിന് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പിന് ഡെമോക്രസിയായി വ്യാഖ്യാനിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈ സ്വഭാവം യഥാർത്ഥത്തിൽ മിക്കവാറും നമ്മളുടെ ഇടയിലുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സംഘടനകൾക്കും ഈ സ്വഭാവമുണ്ട്. RSSന് മാത്രമല്ല. അതിന് പകരം അവര് ഡെമോക്രസിയായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഒരുപക്ഷെ അവരുടെ മതത്തിന്റെ നിയന്ത്രണത്തിൽ ആ മൊത്തം ജനസമൂഹം വരണം എന്നുള്ളതും അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്ന വേണ്ട എന്ന് പറയുന്നതും എന്നിട്ട് അതിനെ ഡെമോക്രസിയായിട്ട് വ്യാഖ്യാനിക്കുന്ന രീതി ഇപ്പൊ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഇത്തരത്തിലുള്ള ഈ ഡിക്റ്റേറ്റർഷിപ്പിന്റെ രൂപം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ഐഡിയോളജി ആയിട്ട് കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടതിന് പ്രധാനപ്പെട്ട. കാരണം അതിലൂടെ സംഭവിക്കുന്നത് നിങ്ങൾ ദളിതർ ന്യൂനപക്ഷമായിരിക്കാം, 10% ഉണ്ടാവുള്ളൂ. ആദിവാസികൾ 33,000-37,000 പേരെ കേരളത്തിലുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ 37,000 വോട്ടായിട്ട് അതിനെ കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ അതോടുകൂടി അവരൊന്നും അല്ലാതായി തീരുക. ദളിതർ എന്ന് വിളിക്കുന്നവർ ഒന്നും അല്ലാതായി തീരുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതേസമയം നിങ്ങൾക്ക് 26% ഉള്ള മുസ്ലിങ്ങൾ, 19% ഉള്ള 20% മുസ്ലിം ക്രിസ്ത്യാനികൾ, 54% വരുന്ന ഹിന്ദുക്കൾ, 54 ഇല്ലെന്ന് തോന്നുന്നു, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ അത്രയും വരുന്ന ഹിന്ദുക്കൾ എന്നുള്ള രീതി മൊത്തത്തിനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നടക്കുന്ന ഡെമോക്രസി അല്ല, പിന്നെ നടക്കുന്നത് എന്താ പറയണ്ടേ, ഒരു മതാധിപത്യമാണ്. എന്നിട്ട് അതിനെ ഡെമോക്രസിയായിട്ട് വ്യാഖ്യാനിക്കും. പക്ഷെ അത് അടിസ്ഥാനപരമായ ഫാസിസം. ഈ ഒരു സങ്കല്പം എന്ന് ക്രമേണയെങ്കിലും കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതുകൊണ്ട് ചർച്ച നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണാൻ കഴിയാം, ഞങ്ങളുടെ കയ്യിൽ 20% ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശരിയാണ്. ഞങ്ങളുടെ കയ്യിൽ 20% ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാവും? ശരിയായിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. പക്ഷെ അപ്പോ അങ്ങനെ ആ രീതി അത് ഡെമോക്രസിയുടെ മറ്റൊരു രീതിയിലുള്ള ഉപയോഗമായിട്ട് നമ്മൾ കാണണം. അതിനെ ഒരുപക്ഷെ ഫാസിസ്റ്റായിട്ട് കാണാൻ കഴിയണം എന്നുള്ളതാണ് പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. അത് ഇന്നത്തെ അഖിലേന്ത്യാ പൊളിറ്റിക്സിൽ അത് വളരെ പ്രകടമാണ്.
അത് കേരളത്തിലേക്കും അത് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് തന്നെ യഥാർത്ഥത്തിൽ ഹിന്ദു വോട്ട് മൊബിലൈസ് ചെയ്യാനുള്ള ഒരു തന്ത്രമല്ലേ ഇതെന്നുള്ള മറ്റൊരു ചോദ്യം വന്നിരുന്നു. ശ്രദ്ധിക്കണം, ഹിന്ദു വോട്ട് അതാരാ? ഹിന്ദു വോട്ടിനെ എങ്ങനെ മൊബിലൈസ് ചെയ്യും? ഹിന്ദു വോട്ട് മൊബിലൈസ് 4-5 അയ്യപ്പ ഭക്തന്മാർ കൂടി ചേർന്ന് അതുപോലെ ഹിന്ദു വോട്ടായി മാറും. അപ്പോ നമ്മൾ എങ്ങനെയാണ് അറിയാതെയോ ഈ പറയുന്നത് ലോജിക്കിന്റെ അകത്ത് പെട്ടുപോകുന്നു എന്നുള്ളതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ വന്നു. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാ സാറേ. ബട്ട് ഇവിടെ സെയിം നിങ്ങൾ പറയുന്ന കേരളത്തിലുള്ള പ്രോബ്ലം ഇവിടെയുണ്ട്. റൈറ്റിന്റെ എമർജൻസി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. BJP ഇവിടെ ഒരു എൻട്രി ചെയ്യാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഒരു അവർക്കുള്ള വലിയൊരു ഓബ്സ്റ്റക്കിൾ ഇവിടുത്തെ ദ്രവിഡിയൻ ഐഡിയോളജിയാണ്. ഈ ദ്രവിഡിയൻ ഐഡിയോളജി കൊണ്ട് ആര്യൻ ആ റേസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും BJP ഒരു ആര്യൻ റേസ് ഉള്ള പാർട്ടി ആയിട്ടാണ് ഇവർ നോക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുറെ ഒബ്സ്റ്റക്കിൾ. അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓബ്സ്റ്റക്കിൾസ്. പിന്നെ രണ്ടാമത്തെ ഇവിടെ നോക്കി ഇവിടുത്തെ ലെഫ്റ്റും കോൺഗ്രസും DMK എല്ലാ സെക്യുലർ ഫോഴ്സസ് എല്ലാം ഒരുമിച്ചുള്ളതുകൊണ്ട് ഇലക്ട്രലായിട്ട് ഫിലോസോഫിക്കലായിട്ട് മാത്രമല്ല ഇലക്ട്രലായിട്ട് മാത്രം അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രാറ്റജി പാൻ ഇന്ത്യയിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഹിന്ദുത്വനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു എന്റെ ചോദ്യം സാറേ. മനസ്സിലായി? ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അല്ല, അതിലുള്ള ഇതിലുള്ള ചെറിയൊരു തമിഴ്നാടിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എനിക്ക് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ഒരു കാണേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാടിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു പൊതുവായിട്ടുള്ള ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. കാരണം തമിഴ്നാടിന്റെ ഒരു എക്സാമ്പിൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം 1930s മുതൽ ഞാൻ പറയുന്ന DK ദ്രാവിഡ കഴകം ഉണ്ടായി വന്ന സമയം മുതൽക്ക്, അതിനു മുമ്പ് EVR ഒക്കെ വർക്ക് ചെയ്യുന്നത് ജസ്റ്റിസ് പാർട്ടിയിലാണ്. പിന്നെ ഒറിജിനലി വാസ് എ കോൺഗ്രസ് മാൻ. പിന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയി ജസ്റ്റിസ് പാർട്ടിയിലേക്ക് പോയി. അതിനുശേഷമാണ് 1930s മുതൽക്കാണ് DKയിൽ നിന്നാണ് ബാക്കി മിക്കവാറും എല്ലാവരും ലേറ്റർ DMKയും ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ദ്രവിഡിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന് അതിന് സ്വാധീനം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അത് അക്കാലത്തുണ്ടായി വന്നിട്ടുള്ള ബേസിക്കലി ഒരുതരം നാഷണാലിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് വളർന്നത്. ഇറ്റ്സ് എൻ ആന്റി ബ്രാഹ്മിൻ നാഷണാലിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തമിഴ് എന്ന് പറയുന്ന ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ വന്ന ആന്റി ബ്രാഹ്മിൻ നാഷണാലിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് വളർന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ഡെഫിനറ്റ്ലി ആൻ ആന്റി ബ്രാഹ്മിൻ മൂവ്മെന്റ്. ഞാൻ പറയുന്നത് ബ്രാഹ്മിൻ മൂവ്മെന്റ് എന്ന അർത്ഥം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു സവർണ എന്ന് വിളിക്കുമ്പോൾ ബ്രാഹ്മിൻ മാത്രമല്ല നായരും അതിൻ്റെ അകത്ത് വരും. നായേഴ്സ് വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു വേരിയസ് റീസൺ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആന്റി സവർണ മൂവ്മെന്റ് കേരളത്തിൽ ഉണ്ടായി വന്ന സമയത്ത് ഈ ആന്റി സവർണ മൂവ്മെന്റ് എന്ന് പറയുന്നതിന് അതിൽ തീർച്ചയായിട്ടും ഒരു ആര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള there was an anti-Aryan politics behind it. അതൊരു സംശയമില്ല. പക്ഷേ it was not as clearly politically articulated as Tamil politics were able to articulate. അത് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ബ്രാഹ്മിൻ എന്താ പറയുക നോൺ ബ്രാഹ്മിൻ ഡിവൈഡ് എന്നുള്ള രീതിയിൽ ഉണ്ടായി വന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് some of the Brahmins themselves were actually opposed to എന്താ പറയണ്ടേ they were opposed as a group. ഞാൻ പറയുന്നത് ഇൻഡിവിജ്വൽസ് അല്ല പറയുന്നത്. ആസ് എ ഗ്രൂപ്പ് they were opposed to the existing Savarna politics primarily because of their own reasons. അത് അവരുടേതായ റീസൺസും ഉണ്ടാകും, their familial റീസൺസും ഉണ്ട്, മറ്റു റീസൺസും ഉണ്ടും. they were opposed to it. As a result, there was ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഡിവൈഡ് ബിറ്റ്വീൻ ഒരു ആര്യൻ ദ്രവിഡിയൻ എന്ന് പറയുന്ന ഒരു ഡിവൈഡ് കേരളത്തിൽ അത്ര സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ടില്ല. അതിന് പകരം ഇറ്റ് ടുക്ക് ദ ഫോം ഓഫ് കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ്. അതിന് പകരമാണ് ഇറ്റ് ടുക്ക് ദ ഫോം ഓഫ് കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് ഇൻ കേരള. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് ഇൻ കേരള along with other radical movements which are associated with communist politics. They were able to withstand to a substantial extent the onset of the
BJP. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പൊസിഷൻ ഒന്നും കുറച്ച് കാണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് ദി ഗ്രൗണ്ട് ലെവലിൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സിന്റെ പ്രിവലൻസ് കൊണ്ട് ഇറ്റ് പ്രിവെന്റഡ്, അൺലൈക്ക് ഫോർ എക്സാമ്പിൾ നോർത്ത് ഇന്ത്യ, where for example all the lower caste groups were finally mobilized by the BJP. You see, including your backward sections, your Dalits, everybody were mobilized by the BJP as individual caste groups. Many of them were actually mobilized by the BJP as individual caste groups. അത്തരത്തിലുള്ള ഒരു mobilization was impossible in the case of Kerala. See, BJP, Sangh Parivar can only survive through either mobilizing on the basis of Hindu, a pan-Hindu kind of identity, or they will have to play one caste against the other. There is no other way. So now we have got into a situation where with the growth of caste politics at present in Kerala, BJP is now gradually trying to play one caste against the other. Because they have been doing it for quite some time. They have tried to form a group called BDJS within the Idavas and mobilize them as a part of the what they call BJP identity. They also they are also trying to utilize their influence among various backward sections in order to mobilizing them and playing them against one another. That they are trying to do now in Kerala. അങ്ങനെ മാത്രമല്ല, unless so Dravidian was not sort of manifest. അതിലുള്ള ഒരു വശം കൂടി നമ്മൾ കാണും. ഈ പ്രകടനപരതയുടെ പുറകെ കിടക്കുന്ന ഒരു ഫോഴ്സിനെ കൂടി കാണേണ്ടതെന്നുള്ളതാണ് എൻ്റെ. ആ പ്രകടനപരതയുടെ പുറകെ കിടക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ഫോഴ്സ് ഓഫ് കോമേഴ്സ്. The point is that most of these temples and major festivals, they are all surviving because they have been substantially financed by the commercial institutions as well as the new entrepreneurial class. They are the people who are actually supporting this, which means that ഈ പ്രകടനപരത എന്ന് വിളിക്കുന്ന സാധനത്തിന്റെ പിന്നിൽ കിടക്കുന്ന, including the sole present this thing about Unnikrishnan Potti episode now which you are seeing. You see, അത് കൃത്യമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ അതിന്റെ പിന്നിൽ കിടക്കുന്ന മുഴുവനും there is a point that you can actually make use of this thing to make money. നിങ്ങൾക്ക് അത്തരത്തിലുള്ള പണത്തിന്റെ ആധിപത്യം കൂടി വരുമ്പോൾ സംഭവിക്കുന്നത് one of the easiest methods to mobilize money is through, you see, ഈ പറയുന്ന ഒരു ഭക്തി ഫോമാണ് ഏറ്റവും എളുപ്പത്തിൽ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി. ഒരു സാധാരണ ഒരു കെട്ടോറയ്ക്ക്, അയ്യപ്പൻ കെട്ടോറയ്ക്ക്, ഇൻ എനി ലോക്കൽ പ്ലേസ് ഇഫ് യു എൻക്വയർ, യു വിൽ ഫൈൻഡ് ദാറ്റ് ഒരു ദിവസം കൊണ്ട് ദേ ആർ ഏബിൾ ടു മൊബിലൈസ് അപ് ടു 5 lakhs വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി. ഒറ്റ ദിവസം കൊണ്ട് അവരുണ്ടാക്കിയെടുക്കും. അതിനോട് കെട്ടോറ ആഘോഷിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു മീഡിയം ഒന്നും കേരളത്തിലില്ല. നോ പൊളിറ്റിക്കൽ പാർട്ടി ക്യാൻ ഡു ഇറ്റ് ദാറ്റ് ഫാസ്റ്റ്. അങ്ങനെ ഒരു മീഡിയവും കേരളത്തിലില്ല. നോബഡി വിൽ സേ ദാറ്റ് നോ അൺലെസ് യു ആർ എ വാട്ട് യു കോൾ യുവർ നവനാസ്തികൻ എന്നാരോ വിളിച്ച
ആളുകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ദേൽക്യൂ മണി. അപ്പൊ ദിസ് എ ഫാക്ട്. അപ്പൊ ഈ പറയുന്ന സംഭവമാണ് ഇവരെ പലരും നിലനിർത്തുന്നത്. ആൻഡ് ഇഫ് ഫോർ എക്സാമ്പിൾ KCBC or some other organization issues a call for fund mobilization, they can mobilize funds much easier than anybody else. അപ്പൊ അപ്പൊ പ്രകടനപരതയുടെ പിന്നിൽ ഇങ്ങനെ ഒരു വർക്ക് കൂടി നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണും. That is where the whole difficulty comes in, because then you have got a situation the religion becomes therefore something that of a commodity that is used by capital to expand themselves. എന്നായി മാറും. അത്തരത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നു. ശബരിമല get so much of attention because it is one of the biggest money making institutions in India. അതും കൂടിയാണ് മനക്കനുണ്ട്. അത് നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. that is a fact. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഈ മാറ്റം ഉണ്ടായി വരുന്നതോടുകൂടി നമ്മൾ കാണും. അതുകൊണ്ടാണ് ഈ റിവൈവലിസം is not only a revivalism of the religiosity, but it is a revivalism of an exhibitionist religiosity which is actually linked with commerce. സാർ ഓൾറെഡി തൊഴിലിടങ്ങളിലുള്ള സമാന മനസ്കരെ സംഘടിപ്പിക്കുക എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം നമുക്കറിയാം ഈ തൊഴിലിടങ്ങളിൽ ഉള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള യൂണിയനൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വീക്കായി കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. ആക്ച്വലി എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യലൈസേഷൻ ഒരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞു. ഈ ഇപ്പം ഫണ്ട് മൊബിലൈസേഷൻ ഇങ്ങനത്തെ എല്ലാ വശങ്ങളും കൂടുതൽ കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടുന്നു, കൂടുതൽ കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഇടയിൽ മൊത്തം സൊസൈറ്റി ഒരു റൈറ്റ് വേർഡ് സ്വിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിൽ എന്തെങ്കിലും പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എങ്കിലും സാറിൻ്റെ ഒരു that possibility, ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ that possibility cannot be eliminated even now. For example, but at the same time there is another thing which one cannot reject it. Despite the fact that the Sangh Parivar and all the Muslim organizations are able to make substantial inroads into Kerala society, see നമ്മളിന്ന് എല്ലാവരും കളിയാക്കുന്ന ഈ സോ കോൾഡ് ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, they are not people who are very much influenced by, as far as I can see, very much influenced by this kind of politics. They may be influenced by other things, I'm sure about it. വേറെ ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ ഇൻഫ്ലുവൻസ്ഡ് ആയി കാണും. പക്ഷെ ഇതിനോട് അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. That is, I think, because there is a basic good youth in the basic democratic tendency is something until and unless they are being captured completely, and അവരെ മുഴുവനും എൻക്ലവേസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇത്തരത്തിലുള്ള യൂത്തിന്റെ ആ ഒരു മൊബിലൈസിങ് ടെൻഡൻസി എന്ന് പറയുന്നതിനെ ചാനലൈസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. That means that I am talking about the students and youth organizations who will have to become proactive in the case of ഈ പറയുന്ന രീതിയിൽ സംഘ് പരിവാർ പൊളിറ്റിക്സിന്റെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സിനെ എതിർക്കുന്നതിലും അതിന് എതിരായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഫോംസ് മൊബിലൈസേഷൻ രൂപീകരിക്കുന്നു. യു cannot probably eliminate commercialization tomorrow, within 2 days or anything, but alternative forms of mobilizations are possible. ഈ alternate forms of mobilization അത് നടത്തുന്നതിന് ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. വലിയ താല്പര്യം. ഞാൻ ആ പോസ്റ്റിന്റെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. അതായത് എല്ലാവരും കൊണ്ട് എഴുത്തിനിരുത്തി വിദ്യാരംഭം നടത്തുന്നൊരു പരിപാടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് സകല സാഹിത്യകാരന്മാരും പോയിട്ട് പിള്ളേരൊക്കെ പിടിച്ച് എഴുത്തിനിരുത്തുന്നു. പിള്ളേരൊക്കെ എടുത്ത് കരയുന്നതും ബഹളം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പോയിന്റ് ഈസ് ഈ 3 ദിവസം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വൈ കാൺ വി കണ്ടക്ട് പ്രോപ്പർ കുട്ടികളുടെ ഇടയിൽ അറിവുത്സവങ്ങൾ നടത്തിക്കൊണ്ട് ലെറ്റ് ദം കം ഔട്ട് വിത്ത് ദെയർ ക്രിയേറ്റീവ് എൻഡവർ. അതിനു വേണ്ടിയിട്ട് 2 ദിവസം ചെലവഴിക്കുന്നതിന് എന്താ കുഴപ്പം? വൈകാണ്ട് ഈ പറയുന്ന ബുദ്ധിജീവികളും മഹാമഹോപാധ്യായന്മാരൊക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള സംഗതി ചെയ്യുന്നതിന് വല്ല കുഴപ്പമില്ല. സോ ദ പോയിന്റ് ഇസ് ദാറ്റ് സംഘ് പരിവാറിനും മറ്റും ഉണ്ടാവുന്ന ഐഡിയാസിന്റെ പകുതി ഐഡിയാസ് നമ്മളുടെ ഇവിടുത്തെ കൾച്ചറൽ ആക്ടിവിസ്റ്റുകൾക്കും സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കും മറ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് കാണുന്നു. അങ്ങനെ വരുമ്പോൾ ഈ alternate forms of mobilization will have to be attempted. I'm sure that ദർശന പോലെയുള്ള സംഘടനകൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്
എന്റെ ധാരണ. I mean, you can do it online or any time you can attempt such things. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് മാസ് മൊബിലൈസേഷൻ ഷുഡ് ബി അറ്റംപ്റ്റഡ്. അതാണ് മറ്റൊരു കാര്യം. ഈ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് മാസ് മൊബിലൈസേഷൻ will have to be cultural, naturally cultural, but that cultural will cut across any kind of religiosity or any kind of this thing, and it will basically നമ്മുടെ മനുഷ്യരുടെ എക്സ്പ്രഷൻ, അവരുടെ കലാവാസന, അവരുടെ സർഗാത്മകത തുടങ്ങിയവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മൊബിലൈസേഷൻ സാധ്യമാണ് എന്നുള്ളതാണ്. അതാണ് മറ്റൊരു സംഗതി ഇവിടെ സൂചിപ്പിക്കാറുണ്ട്. അതാണ് ഈ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വർഗപരമായിട്ടുള്ള മൊബിലൈസേഷൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലും ഇത് സാധ്യമാണ്. കാരണം ഇങ്ങനെയുള്ള മൊബിലൈസേഷൻ ആളുകൾ പങ്കെടുക്കും. തേർഡ് തിങ് ഈസ്, വിച്ച് ഐ തിങ്ക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് വിച്ച് ഹാസ് ടു ബി actually come out against this thing is women. Women's mobilization is something that is very important. They are the most susceptible at present because of their own condition. But the point is, women എന്ന് പറയുന്നതിന് മൊബിലൈസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സാധ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു. Wherever they are mobilized in this concrete fashion, they have come out very strongly against മറ്റേ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെതിരായിട്ട് രംഗത്ത് വന്നതായിട്ട് നമ്മൾ കാണുന്നു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പരിശോധിക്കാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള 2-3 വിച്ച് മീൻസ് ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് മൊബിലൈസേഷൻ ഇല്ലാത്ത. രസതന്ത്രജ്ഞനും കവിയും കഥാകൃത്തും പ്രബന്ധകാരനുമായിരുന്നു പ്രീമോ ലെവി. നാസി ഭീകരതയുടെ കാലത്ത് തടവിലാക്കപ്പെട്ട അദ്ദേഹം കൊടിയ ക്രൂരതകളിലൂടെ കടന്നുപോയി. നാസികളുടെ പരാജയത്തെ തുടർന്ന് റഷ്യൻ പട്ടാളം തടവറകളിൽ കിടന്നവരെ മോചിപ്പിച്ചു. അക്കൂട്ടത്തിൽ ലെവിയും രക്ഷപ്പെട്ടു. ഓഷ്വിറ്റ്സ് തടവറയിലെ ഒരു കുഞ്ഞിനെ കുറിച്ച് പ്രിമോ ലെവി തന്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഹ്യൂർബനിക്, ആരുമില്ലാത്തവൻ, മരണത്തിന്റെ കുഞ്ഞ്, ഓഷ്വിറ്റ്സിന്റെ കുഞ്ഞ്. ഏതാണ്ട് 3 വയസ്സ് തോന്നും. അവനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അവൻ സംസാരിക്കാനാവില്ല. അവന് പേര് പോലുമില്ല. ഹ്യൂർബനിക് എന്ന വിചിത്രമായ ആ പേര് അവൻ ഉണ്ടാക്കുന്ന അവ്യക്ത ശബ്ദങ്ങളിൽ നിന്ന് തടവറയിലെ ഏതോ സ്ത്രീ അവന് നൽകിയതാണ്. അരയ്ക്ക് കീഴെ അവൻ തളർന്നു പോയിരുന്നു. 2 കോലുകൾ പോലെയാണ് അവന്റെ കാലുകൾ. അവന്റെ മങ്ങിയ മുഖത്ത് കണ്ണുകൾ മാത്രം കത്തി നിന്നു. എന്തോ ആവശ്യപ്പെട്ടുകൊണ്ട്, കുതറിക്കൊണ്ട്, അവന് ചൂഴ്ന്ന മൗനത്തിന്റെ ശവകുടീരത്തെ ഭേദിക്കാൻ ശ്രമിച്ചുകൊണ്ട്. ആരും അവനെ പഠിപ്പിക്കാതെ പോയ, അവനില്ലാതെ പോയ ഭാഷണം അവന്റെ തുറിച്ചു നോട്ടങ്ങളെ വിസ്ഫോടകമായ ഒന്നാക്കി മാറ്റി. പെട്ടെന്ന് ഏതോ സമയത്ത് അവൻ ഒരു വാക്ക് ആവർത്തിച്ചുച്ചരിക്കാൻ തുടങ്ങി. മാസ് ക്ലോ എന്നോ മത്തിസ് ക്ലോ എന്നോ ഏകദേശം തോന്നിപ്പിക്കുന്ന ഒരു വാക്ക്. എപ്പോഴും ഒരേ വാക്കായിരുന്നു എന്ന് പോലും ഉറപ്പില്ല. എങ്കിലും ആവിഷ്കരിക്കപ്പെട്ട ഒരു വാക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായ വാക്കുകൾ, ഒരേ പ്രമേയത്തിന്റെ, ധാതുവിന്റെ അല്ലെങ്കിൽ പേരിന്റെ ആവിഷ്കാര ശ്രമങ്ങൾ. എന്തായിരുന്നു ആ ശബ്ദമെന്ന് തിരിച്ചറിയാൻ, ആ ശബ്ദകോശത്തെ പിന്തുടരാൻ എല്ലാ തടവുകാരും ശ്രമിച്ചു. യൂറോപ്പിലെ എല്ലാ ഭാഷകളിൽ നിന്നുമുള്ള തടവുകാർ ഉണ്ടായിരുന്നു. എന്നിട്ടും ആർക്കും ആ വാക്കിനെ അറിയാൻ കഴിഞ്ഞില്ല. അതൊരു സന്ദേശമോ വെളിപാടോ ഒന്നും ആയിരിക്കില്ലെന്ന് ഉറപ്പ്. ഒരുപക്ഷെ അവന്റെ പേരായിരുന്നിരിക്കാം. അവന്റെ ആളുകൾ അവനൊരു പേര് കൊടുത്തിരുന്നെങ്കിൽ. വിശക്കുന്നുവെന്നോ അപ്പമെന്നോ പോലും ആയിരുന്നിരിക്കാം. അവന്റെ ശോഷിച്ച കുഞ്ഞു കൈത്തണ്ടയിലും ഓഷ്വിറ്റ്സിന്റെ ചാപ്പ കുത്തിയിരുന്നു. 1945 മാർച്ചിലെ ആദ്യ ദിനങ്ങളിലൊന്നിൽ അവൻ മരിച്ചുപോയി, വിമോചിതനായിട്ടും വീണ്ടെടുക്കപ്പെടാതെ. അവനെ സംബന്ധിച്ച് ഒന്നും ബാക്കിയില്ല. എന്റെ ഈ വാക്കുകളിലൂടെ അവൻ സാക്ഷ്യം പറയുന്നു. നാസി തടവറകളെ താൻ അതിജീവിച്ചത് സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നു എന്നാണ് ലെവി വിശ്വസിച്ചത്. ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടതിനെ കുറിച്ച്, പൊറുക്കാനാകാത്ത തിന്മകൾ അനുഭവിച്ചതിനെ കുറിച്ച്, പറയാനാകാത്തതിനെ കുറിച്ച് പറയാൻ. ഭാഷ ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ ഒന്നും പറയാനാകാത്തവർ നമുക്കിടയിലുമുണ്ട്. ഭയം, അരക്ഷിതാവസ്ഥ, അങ്ങനെ പല കാരണങ്ങളാൽ. അവർക്ക് വേണ്ടി ഉച്ചരിക്കാനും സാക്ഷ്യം പറയാനും കൂടിയുള്ളതാണ് ഈ സംവാദ പരമ്പര. ഇതിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്ന് ഡോക്ടർ കെ.എൻ. ഗണേശനും ദർശന അംഗങ്ങളും അല്ലാത്തവരുമായ സഖാക്കൾക്കും നന്ദി. തുടർന്നുള്ള ചർച്ചകളിലും നീതിയുടെയും ധാർമ്മികതയുടെയും ഭാഷയിൽ നിങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു.